സലാം കൊടിയത്തൂരിന്റെ ഇതുവരെ പുറത്തിറങ്ങിയ ഹോം സിനിമകൾ നിങ്ങളെന്നെ ഭ്രാന്തനാക്കി. വരനെ വിൽക്കാനുണ്ട്, നഷ്ടപരിഹാരം, പരേതൻ തിരിച്ചുവരുന്നു, കുടുംബകലഹം 100-ാം ദിവസം, അളിയനൊരു ഫ്രീ വിസ, പാതിയാത്രയ്ക്കൊരു ടിക്കറ്റ്, ആണായിട്ടൊരു അയൽവാസി, ഒരു ദിർഹം കൂടി, ഒരു ടീസ്പൂൺ വീതം 3 നേരം. കുറുക്കുവഴി.com. പെണ്ണുരുമ്പെട്ടാൽ സിഡികൾ പ്രമുഖ സിഡി ഷോപ്പുകളിൽ ലഭ്യമാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കേരളത്തിനകത്തും പുറത്തും ഗൾഫ് രാജ്യങ്ങളിലും ഏറെ ജനപ്രീതി ആർജിച്ച കലാരൂപങ്ങളാണ് സലാം കൊടിയത്തൂർ സംവിധാനം ചെയ്ത ഹോം സിനിമകൾ. നമുക്കറിയാം, 2000 മുതൽ 2011 വരെയുള്ള ഈ കാലഘട്ടത്തിൽ സമാന്തര സിനിമകൾ എന്ന് പോലും വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ ഹോം സിനിമകൾ ജനപ്രീതി ആർജിച്ചു. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, സലാം കൊടിയത്തൂരിൻ്റെ എല്ലാ ഹോം സിനിമകളും ദർശിച്ചിട്ടുള്ള നിങ്ങൾക്കറിയാം, ഇതിലെ ഹാസ്യമാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിച്ചേക്കാവുന്നതുമായ നർമ്മശകലങ്ങളെ കോർത്തിണക്കിയാണ് ഇത്തരം ഹോം സിനിമകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ശ്രീ സലാം കൊടിയത്തൂർ സംവിധാനം ചെയ്തിരിക്കുന്ന ഇത്തരം ഹോം സിനിമകളിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് സിദ്ദിഖ് കൊടിയത്തൂരാണ്. അദ്ദേഹത്തെ നമുക്കറിയാം, വളരെ തന്മയത്വമാർന്ന ഹാസ്യാവതരണ ശൈലിയുമായി കടന്നു വന്ന ഒരു അനുഗ്രഹീത കലാകാരനാണ് സിദ്ദിഖ് കൊടിയത്തൂർ. അദ്ദേഹത്തിൻ്റെ മർമ്മപ്രധാനമായ നർമ്മശകലങ്ങളെ കോർത്തിണക്കിക്കൊണ്ടാണ് ഈ കലാരൂപം നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ശ്രീ സലാം കൊടിയത്തൂർ സംവിധാനം ചെയ്ത് സിദ്ദിഖ് കൊടിയത്തൂർ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന ഇത്തരം ഹോം സിനിമകളിലെ വളരെ രസകരമായ ഹാസ്യരംഗങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ ഹാസ്യരൂപകം വളരെ രസകരമായ ഒരു ഹാസ്യരംഗത്തോടു കൂടി തന്നെ നമുക്ക് ആരംഭിക്കാം. അപ്പോൾ നമുക്ക് കാണാം. എന്താ മുതലാളി 450? ഒരാഴ്ച മുഴുവൻ പണിയെടുത്തിട്ട് 3 ദിവസത്തെ കൂലിയോ? അത് മതി.
നിനക്ക് കൂലി മുഴുവൻ തന്നാലേ നാളെ മുതൽ നീയൊന്നും പണിക്ക് വരില്ല, അതുകൊണ്ടാ. എന്നിട്ട് ഓൾക്ക് രണ്ടാക്കും 500 കൊടുത്തല്ലോ. ഞങ്ങൾക്ക് എന്താ 450? അവരിവിടെ രാവിലെ വന്നാലേ വൈകുന്നേരം വരെ പണിയെടുക്കും. നീയെ കൂടെ വന്നാലേ റെസ്റ്റ് അല്ലേ, റെസ്റ്റ്. വിട്ടോ 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 വിട്ടോ. ഗുണം പിടിക്കലിങ്ങൊന്നും ഒരു കോലത്തും ഈ കൊല്ലം ഒരൊറ്റ വായം കൊലക്കാതെ പോട്ടെ. കീടബാധ. അയ്യോ പിടിച്ചോ പിടിച്ചോ എടാ പിടിച്ചോടാ എടാ പിടിക്കടാ എടാ പിടിയടാ എടാ പിടിയടാ എടാ പിടിച്ചടാ പിടിയടാ എന്നെ പിടിക്കാനല്ലടാ ഞാൻ പറഞ്ഞത്. മായിക്കുട്ടിയെ അവനെ പോയി പിടിയവനെ, മോയിക്കുട്ടിയെ ഇതിലെ പോയി പിടിയവനെ. നിങ്ങൾ എന്നെ പിടിക്കടാ. കൈയെടുക്കടാ. ശരിക്കും കള്ളൻ കള്ളൻ ഓടിവാ ഓടിവാ. അമരണ്ട ഞാൻ എന്നെ തല്ലാൻ കൊല്ലാൻ വന്നല്ല. പിന്നെ എന്താ അതിന്റെ ഉദ്ദേശം? അന്നെ പിടിച്ചുകൊണ്ടെല്ലാം പറഞ്ഞു. പിടിച്ചുകൊണ്ടല്ലാനോ? ആര്? മാത്തുക്കുട്ടി മുതലാളി. മാത്തുക്കുട്ടി മുതലാളിയോ? ഓ മനസ്സിലായി മനസ്സിലായി, മാത്തുക്കുട്ടി മുതലാളി. എന്നിട്ട് നിന്നോട് എന്താ പറഞ്ഞത്? നിന്നെയും കൊണ്ടല്ലാതെ മുതലാളിന്റെ മുമ്പ് കണ്ടുപോരുത്. നിങ്ങളുടെ മുതലാളിയുടെ ഒരു കാര്യം കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സാ. അല്ലെങ്കിൽ ഇത്രയും ചെറിയൊരു കാര്യത്തിന് ആരെങ്കിലും ഇങ്ങനെ വാശി പിടിക്കോ? മനസ്സിലായില്ല. അതെ, നിങ്ങളെ മുതലാളി എന്നോടൊരു പുസ്തകം വേണമെന്ന് പറഞ്ഞിരുന്നു. ഇതുവരെ അത് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പിടിച്ചേ. ഏതായാലും നിങ്ങളൊരു ഉപകാരം ചെയ്യും, ഇത് മുതലാളിക്കൊന്ന് കൊടുക്കണം. എന്നാ പിന്നെ നേരിട്ട് അങ്ങോട്ട് കൊടുത്താ പറയുന്നോ? നേരിട്ട് കൊടുക്കാൻ മുതലാളിയാ ഞാൻ കാണണ്ടേ? ഇത്രയും നേരം നിന്നെ ഓടിച്ചിട്ട് മുതലാളിയെ കണ്ടില്ല. ഓ എന്റെ ദൈവമേ, അത് മുതലാളിയായിരുന്നോ? ഞാൻ കരുതി വല്ല പിടിച്ചു പറിക്കാരുമായിരിക്കുന്നു. നിങ്ങൾക്ക് അത്രയല്ലേ തോന്നിയിട്ടുള്ളൂ. ഞങ്ങൾക്ക് അയാളെ കാണുമ്പോ കൊള്ളക്കാരനായിട്ടാ തോന്നല്. ഓ അയാളുടെ ഒരു ഭാഗ്യം. അപ്പൊ പറഞ്ഞ പോലെ പുസ്തകം മുതലാളിക്ക് കൊണ്ട കൊടുക്ക്. അതെ, ഒന്നവിടെ നിന്നേ. പുസ്തകത്തിന്റെ കാശ് തരാതെ എങ്ങോട്ടാ? കാശ് മുതലാളിയോട് വാങ്ങി തരാം. അതുവരെ ഞാനിവിടെ മേലോട്ട് നോക്കിയിരിക്കണോ? എനിക്കാണെങ്കിൽ അർജന്റായി വീട്ടിലെത്തണം. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, പുസ്തകം കൊടുക്കുമ്പോൾ മുതലാളിയോട് കാശ് വാങ്ങി നീ എടുത്തോ. തൽക്കാലം ഇതിന്റെ കാശ് നീ തന്നാ മതി. ഞാനോ? എത്ര ഇതിന്റെ വില? 645 രൂപ. 645 റുപ്യേ? എന്റെ കയ്യിൽ ആകെ 450 റുപ്യുള്ളൂ. ബാക്കി എവിടെന്നെങ്കിലും വാങ്ങി തരൂ. ഞാൻ എവിടെ നിന്ന് വാങ്ങി തരേ? നിങ്ങൾ ഈ നാട്ടുകാരനല്ലേ, ആരോടെങ്കിലും വാങ്ങി തരൂ. മുതലാളിയോട് കിട്ടുമ്പോൾ തിരിച്ചു കൊടുക്കാലോ. ഹലോ ചേട്ടാ, ചേട്ടാ ഒന്നിങ്ങോട്ട് വരൂ. ഇയാൾക്കൊരു 195 രൂപ കടം കൊടുക്കൂ, ഉടനെ തിരിച്ചു തരും. താങ്ക് യു. കണ്ടോ, വേറെ ഒരു കൂലിപ്പണിക്കാരനായ എനിക്ക് ആര് കടം തരാനാ? കൂലിപ്പണിക്കാരനായിരുന്നോ? എന്നാൽ ഇത് ആദ്യം പറയണ്ടേ? എന്നോട് ക്ഷമിക്കൂ സഹോദര, ക്ഷമിക്കൂ. ഞാൻ ആളറിയാതെ മോശമായി പെരുമാറിപ്പോയി. എന്റെ അച്ഛൻ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. ഞാൻ ജനിക്കുന്നതിന്റെ 14 വർഷം മുമ്പ് അച്ഛൻ മരിച്ചുപോയി. അന്നു മുതൽ ഞാനും കൂലിപ്പണിക്കാരെ സ്നേഹിച്ചു തുടങ്ങി. ഇന്നും ആ പ്രക്രിയ അപങ്കുരം തുടരുന്നു. അതുകൊണ്ട് ചേട്ടന്റെ കയ്യിലുള്ള കാശ് തന്നാ മതി, പുസ്തകം ഞാൻ തരാം. എന്റെ കയ്യിൽ ആകെ 450 റുപ്യുള്ളൂ. മതി, ഞാൻ അതുകൊണ്ട് തൃപ്തിപ്പെട്ടു. പക്ഷേ ഒരു കാര്യം, നീ മുതലാളിയോട് 645 രൂപ തന്നെ വാങ്ങണം. അപ്പൊ നിനക്ക് 195 രൂപ ലാഭം. സന്തോഷായില്ലേ? എന്ത് നല്ല മനുഷ്യൻ. എനക്ക് വെറുതെ 195 റുപ്യ കിട്ടി. ആ പരട്ട പുസ്തകാരെ പിടിച്ചോണ്ടേ വന്നിട്ടേ നീ ഇവിടെ നീലിക്ക. മുതലാളിക്ക് എന്തിനാ മോനെ? നമുക്ക് കാര്യം നടന്നാ പോരെ? എന്ത് കാര്യം? മുതലാളി ഒരു 645 റുപ്യ എടുക്ക്. മുതലാളി ബോധം കിടന്ന് കാഴ്ച കാണിച്ചു തരാം. നീ കാര്യം തെളിച്ചു പറ, അല്ലെങ്കിൽ നിന്റെ ചങ്ക്യാൻ കലക്കും. ഇതിനല്ലേ മുതലാളി ഒരു തിരക്ക്.
മുതലാളി മരിച്ചേ. എന്റെ അമ്മേ, എന്താ പ്രശ്നം? എന്താ പ്രശ്നം? നിങ്ങൾ ആരാ? ഞാനോ? എന്നെ പിടിച്ചു കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് മുതലാളി. മുതലാളിയോ? ഏത് മുതലാളി? നമ്മളെ മാത്തുക്കുട്ടി മുതലാളി. മാത്തുക്കുട്ടി മുതലാളിയോ? ഓ, മനസ്സിലായി മനസ്സിലായി. അതെ, നിങ്ങൾ ഒരു 645 രൂപ ഇങ്ങടക്ക്. 645 ഉറുപ്പിയേ? ആ, എന്തിനാ അത്? ഈ പുസ്തകം അങ്ങോട്ട് പിടിച്ചേ. നിന്റെ മുതലാളി ഒരു മാസം മുമ്പ് ഏൽപ്പിച്ചതാ. ഇതുവരെ അത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ കാശ് മുതലാളി തരും, അത് നീ എടുത്തോ. ഞാനിനി ഇത് കൊടുക്കാനായി അതുവരെ വരണോ? അപ്പൊ എനിക്കൊരു സംശയം. ഈ പുസ്തകം കൊടുക്കാനായിരുന്നെങ്കിലേ മുതലാളിയെ കണ്ടപ്പോ എന്തിനാ ഓടിയത്? അതിന് വേറൊരു കാരണമുണ്ട്, അത് പിന്നെ പറയാം. അതിനു മുമ്പ് നീ ഈ ബുക്കിന്റെ കാശെടുക്ക്. എന്റെ കയ്യിൽ ആകെ 450 ഉറുപ്പിയുള്ളൂ. 3 ദിവസം പണിയെടുത്ത കൂലി അത്. 450 രൂപയോ? അതെനിക്ക് ഭയങ്കര നഷ്ടാ. എന്നാലും വേണ്ടില്ല. പക്ഷേ ഒരു കാര്യം, മുതലാളിയുടെ കയ്യിൽ നിന്ന് 645 രൂപ തന്നെ വാങ്ങണം. ബാക്കി നീ എടുത്തോ, എന്റെ വകയാണെന്ന് കൂട്ടിയാൽ മതി. നാ, കാശെടുക്ക്. താങ്ക് യു. പോകാൻ പറ്റേ? എന്താ? നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി. എന്ത് ചോദ്യം? മുതലാളിയെ കണ്ടപ്പോ എന്തിനാ ഓടിയത്? അതിപ്പോ സഹോദര, ഒരാൾ മറ്റൊരാളെ ഓടിക്കാൻ തീരുമാനിച്ചാൽ ആരാലും ഓടിപ്പോവും. ഉദാഹരണത്തിന് നീ എന്നോട് ഓടടാന്ന് പറഞ്ഞാൽ ഞാൻ ഓടിപ്പോവും. വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. നീ എന്നോടൊന്ന് പറയ്. എന്ത്? ഓടടാന്ന്. ഓടടാ? ഛേ, ഇതെന്തോന്ന് പറച്ചില്? ഒന്ന് ഉറക്കെ പറയ്. അത് ശരി, ഇപ്പോഴല്ലേ ഈ ഓട്ടത്തിന്റെ കുട്ടൻസ് മനസ്സിലായത്. മുതലാളി, മുതലാളി, എന്തൊരൊറക്കാത്? എണീക്ക് മുതലാളി. അങ്ങനെ മുതലാളി, അവനെ ഞാൻ ഓടിച്ചിട്ട് പിടിച്ചു. മുതലാളി എന്നെ ഏൽപ്പിച്ച പണി ഞാൻ ഭംഗിയാക്കിയാ വന്നത്. ദാ ഒരു 645 ഉറുപ്പിക അങ്ങനെ എടുത്തു. ആരാ ഇവിടെ ഒരു ജുബയും മുണ്ട് ഉണക്കാനിട്ടത്? ആരും ഇല്ലെങ്കിൽ എനിക്കെടുക്കാം. രാത്രി ഉറങ്ങുമ്പോ ഇടാം. ഇനി പുസ്തകം വേണേൽ ആളെ വിട്ടാ മതി, നേരിട്ട് വരണ്ട. മലയാളികൾ എന്നു തൊട്ട് ഗൾഫ് നാട്ടിൽ പോയി തുടങ്ങിയെന്നോ അവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയെന്നോ അവിടെ താമസിച്ചു തുടങ്ങിയെന്നോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇന്നൊക്കെ ഒരുത്തൻ ഗൾഫ് നാട്ടിൽ പോയി തിരിച്ച് ലീവിന് നാട്ടിലേക്ക് വന്നാൽ നാട്ടുകാരും അറിയാറില്ല, കൂട്ടുകാരും അറിയാറില്ല, എന്തിന് വീട്ടുകാർ പോലും ചിലപ്പോൾ അറിയാറില്ല. പക്ഷെ പണ്ടങ്ങനെയല്ല കേട്ടോ. പണ്ടൊരാൾ ഗൾഫിൽ പോയി ജോലി നേടി ലീവിന് നാട്ടിലേക്ക് വന്ന കൂട്ടുകാരും നാട്ടുകാരും വീട്ടുകാരും കൂടി പിന്നെ അവിടെ ഒരു ഉത്സവാഘോഷമുണ്ട്. പെട്ടി പൊട്ടിക്കുക, പെട്ടിക്കകത്തിരിക്കുന്ന സാധനങ്ങൾ പൊട്ടിക്കുക, എന്തിന്? അവനെ കുറച്ച് വഹിക്കണം, അത്രേ ഉള്ളൂ. ഇത്തരത്തിലൊരു സ്വഭാവക്കാരനായ ഒരു ഹൈദ്രോസൊക്കെ ഉണ്ട്. ആളൊരു ബ്രോക്കറാണ്. ഈ കഴിഞ്ഞിടയ്ക്ക് പുള്ളിക്കാരന് പോയി ഒരു ഗൾഫുകാരനെ കാണാൻ വേണ്ടി. പിന്നീട് നടന്ന പുകലൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ കാണാം. ബഷീറിലൂട്ടിയവിടെ ഉണ്ട്, വിളിക്കാം. പസർമുള്ള ജാതിയാണല്ലോ. അല്ല, ആരപ്പത്? 4 ദിവസമായിട്ടും കാണാത്തോണ്ട് ഞാൻ കരുതി ആള് കാലിയായി പോയിട്ടുണ്ടാവുന്നേ. അറിയണ്ടേ? ജി വന്ന വിവരം അറിയണേ ഞാനിപ്പോളാ. കേട്ടപ്പം മണ്ടിയതാ ഞാൻ ഇങ്ങോട്ട്. അതുപോട്ടെ, എന്തൊക്കെയുണ്ട് ഹൈദ്രസ് ഖാന്റെ വിശേഷങ്ങൾ? ഞമ്മക്കെന്ത് വിശേഷാ മോനെ? പെണ്ണുങ്ങൾ ആനപ്പേർ പോലെ തലങ്ങും വിലങ്ങും പെറ്റുകൂട്ടുക. ഒക്കെ കൂടി പെത്തിറുന്നുണ്ട് എന്നുള്ള എനിക്ക് തന്നെ അറിയില്ല. ഐറ്റിങ്ങൊക്കെ തിന്നാൻ കൊടുക്കണ്ടേ? ഞമ്മക്കതിന് വയ്യുണ്ടോ?
അതുകൊണ്ട് പീടിയെന്ന് അങ്ങനെ കടം വാങ്ങണ്. ഒരു മാസം 3000 റുപ്യ പറ്റ് വരും. ഞാനൊരാൾ പാഞ്ഞ് നടന്നിട്ട് വേണ്ട കടമ്പ് കിട്ടാൻ. എന്നോട് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 3000 റുപ്യ എടുത്ത് തരും. പക്ഷേ എനിക്കത് എന്നോട് അങ്ങനെ പറയാൻ പറ്റൂല. പിന്നെ എൻ്റെ കെട്ടിയൊക്കെ ഒരു നിർബന്ധം, ഓള് തുണി കൊടുക്കണില്ലാന്ന്. ഓക്കൊരു സാരി വേണമല്ലോ. ഏടുന്നപ്പോൾ ഞാനൊക്കെ സാരി വാങ്ങി കൊടുക്കുക. എന്നോട് പറഞ്ഞപ്പോൾ 2 സാരിയൊക്കെ എനിക്ക് തരും. പക്ഷേ എനിക്കത് എന്നോട് അങ്ങനെ പറയാൻ പറ്റുമോ അത് പറ്റൂല. പിന്നെ പോരാണെങ്കിൽ ചോറ് നൊലിച്ചിട്ട് വയ്യ. ചോറ് വെച്ചാൽ കഞ്ഞായിട്ടാണ് കുടിക്കൽ. എന്നോട് പറഞ്ഞാൽ ഇപ്പോൾ റിപ്പയറിങ്ങിനുള്ള ഓടും മരമൊക്കെ വാങ്ങിത്തരും. പക്ഷേ നമുക്കത് എന്നോട് അങ്ങനെ പറയാൻ പറ്റൂല. പിന്നെ കുട്ടിയൊക്കെ മുഴുവനോ നിർബന്ധം ഞാൻ ദുബായി പോകണം. ഐറ്റിങ്ങൾക്ക് വിവരമുണ്ടോ? ഇവിടുന്ന് ബേപ്പൂര് പോയി വരുന്ന മാതിരിയാണ് ദുബായ്. വിസ വേണ്ടേ? വിസ എന്നോട് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വിസയൊക്കെ നേരാക്കി തരും. പക്ഷേ എനിക്കതെന്നോട് അങ്ങനെ പറയാൻ പറ്റുമോ അത് പറ്റൂല. ഒരു മിനിറ്റ്, ഞാനിപ്പോൾ വരാം. ഈ ബസീർ ഒരു കേരുമ്പോട്ടാൻ തന്നെ. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഭാര്യ കോരി അങ്ങോട്ട് കൊടുക്കും. എന്നാ ഓനൊക്കെ ഇനി ബുദ്ധി ഓർക്കുക. ഒന്നുമില്ല ഇവിടെ, കൊണ്ടുവന്നൊക്കെ തീർന്നു. കുറച്ച് നേരത്തെ വരണ്ടേ? അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്ന്. ആരോടെങ്കിലും എന്തെങ്കിലും ചോദിച്ച് വാങ്ങാന്ന് പറഞ്ഞാൽ എൻ്റെ തടിമൊന്നൊരു കണ്ടാട് പോണ മാതിരിയാ. ഞമ്മക്കെന്നാ പിന്നെ കാണാം. ഏരപ്പന് എൻ്റെ ബാപ്പ കൊണ്ട് കൊടുക്കും പെന്നും തീപ്പട്ടി. ഒരുത്ത ദുബായിൽ നിന്ന് വന്നാണല്ലത്. മനുഷ്യനായ കുറച്ചൊരു ഉൾപ്പ് വേണം ചങ്ങായി. എൻ്റെ ജീവിതത്തിലൊരു ഉപകാരം കിട്ടാത്ത സാധനം പെന്ന്. അന്നൊക്കെ ദുബായി പറഞ്ഞാൽ ചൊന്ന ചവിട്ടണോ? നമ്മുടെ ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് ദിനം പ്രതി പൈസയ്ക്ക് ആവശ്യങ്ങൾ ഇങ്ങനെ കൂടി വരികയാണ്. കാമുകിമാരോട് സല്ലപിക്കാൻ വേണ്ടി മൊബൈൽ റീചാർജ് ചെയ്യണം, അവർക്ക് മൊബൈൽ ചാർജ് ചെയ്ത് കൊടുക്കണം, അവരെ കാണാൻ പോകാൻ ബൈക്കിന് പെട്രോൾ അടിക്കണം, പിന്നെ മാസാമാസം വരുന്ന ആനിവേഴ്സറി, ബർത്ത്ഡേ, വാലന്റൈൻസ് ഡേ ഇതിനൊക്കെ ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണം, അവരുടെ കൂടെ കറങ്ങി അടിച്ചിടന്ന് ഫാസ്റ്റ് ഫുഡ് കഴിക്കണം, ചിക്കൻ കാലെല്ലാം കടിച്ച് പറിക്കണ്ടേ. സ്വന്തം തള്ളയ്ക്ക് ഒരു ഗ്ലാസ് സുലൈമാൻ ഇട്ട് കൊടുക്കാൻ പറഞ്ഞാൽ ചെയ്യാത്തവൻ അയൽവക്കത്തെ കാമുകിക്ക് വേണ്ടി സ്വർണ്ണമാല ഇട്ട് കൊടുക്കും. ഇതിന് പണം കണ്ടെത്താൻ വേണ്ടി എന്ത് കുറുക്ക് വഴി നോക്കും. സ്വന്തമായിട്ട് അധ്വാനിച്ച് കഷ്ടപ്പെട്ടിട്ടാണ് പൈസ ഉണ്ടാക്കണമെങ്കിൽ കുഴപ്പമില്ല. ഇതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ കൊലപാതകവും പിടിച്ചു പറി മോഷണവും ഒക്കെ നാൾക്ക് നാൾ പെരുകി വരുന്നത്. അങ്ങനെ ഒരു തലമുറയുണ്ട്. എന്നാൽ സ്വന്തം തന്തക്കിട്ട് പാര പടത് പൈസ ഉണ്ടാക്കുന്ന മക്കളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്താ നമുക്കൊന്ന് കാണാം. 1 ലക്ഷം രൂപ കിട്ടിയ വിസക്കാരെ പിരിച്ചുവിടാം. ബാക്കിയുമായി 2 മാസം കൂടി കറങ്ങാം. എങ്ങനെ കിട്ടും? ബാങ്ക് കൊള്ള ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട ജ്വല്ലറി കുത്തി തുറക്കാം. അയ്യടാ, എന്തൊരു ഐഡിയ! ഉപ്പയോട് ചോദിച്ചാലോ? നാട്ടുകാർക്ക് വാരിക്കോരി കൊടുക്കുന്നുണ്ടല്ലോ. പക്ഷെ എങ്ങനെ ചോദിക്കും? അല്ലെങ്കിൽ വേണ്ട, ആരുടെ ഔദാര്യം വേണ്ട, എൻ്റെ അവകാശം തരാൻ പറയാം. കത്തി ഒരു ഭീഷണിപ്പെടുത്താം. അളിയോ അളിയോ, ഇവിടെ മനുഷ്യനെ സ്വസ്ഥമായൊന്ന് ഇരുന്ന് ആലോചിക്കാൻ സമ്മതിക്കില്ല. അപ്പോഴൊക്കെ കയറി വന്നോളും. എങ്ങനെ എത്തിയടാ നീ ഇവിടെ? വീട്ടുമുറ്റത്തു നിന്നും പരന്ത് റാഞ്ചിയതാ, ഭാരം കൊണ്ട് ഇവിടെ ഇട്ടുപോയി. എടാ ഉണ്ടേ, എന്നെ ഇവിടെ കണ്ടതിന് നാട്ടിൽ പാട്ടാക്കണ്ട. എന്താ അളിയാ പ്രശ്നം? എന്നോട് പറ. ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് പഠിച്ചതല്ലേ. എനിക്കിപ്പോൾ ബുദ്ധിപരമായ ഉപദേശമാണ് വേണ്ടത്. എങ്കിൽ നീ എന്നോട് പറയളിയാ. നിന്റെ കയ്യിൽ ആ സാധനമില്ലെന്ന് എൻ്റെ കൂടെ പഠിച്ചപ്പോഴേ നീ തെളിയിച്ചതല്ലടോ ഉണ്ടേ. അളിയോ, ഒരുമാതിരി ആക്കരുത്. പഠിക്കുന്ന കാലത്ത് എനിക്ക് ബുദ്ധി അല്പം കുറവായിരുന്നു, അത് ഞാൻ സമ്മതിച്ചു. അതിനുശേഷം ഞാൻ ഒരുപാട് വളർന്നു. സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവലിന് നാടകത്തിൽ അഭിനയിക്കാൻ അവസരം ചോദിച്ച് നീ എൻ്റെ പിറകെ കുറേ നടന്നതല്ലേ. ഇപ്പോഴല്ലേ നിനക്കെന്നെ പറ്റാതായത്. അന്ന് ആരാധകരുടെ ഇടയിൽ വെച്ച് ഞാൻ വീർപ്പ് മുട്ടി. ഭാഗ്യം കൊണ്ടാ ഒരുവിധം ഞാൻ രക്ഷപ്പെട്ടത്. നീ നോക്കിക്കോ, ഞാൻ ഇനിയും മുന്നോട്ട് പോവും. നീ ഇങ്ങനെ കാട്ടിലും മരപ്പത്തിലും തെണ്ടി നടക്കുമെടാ.
എടാ ഉണ്ട്, നന്ദിയുണ്ടടാ, നന്ദിയുണ്ട്. ഈ ഒരു ന്യൂസ് മതിയടാ 1 ലക്ഷം തട്ടാൻ. യ്യാ. ഒരു കുടുംബത്തിൽ 5 പേരെ വെട്ടിക്കൊന്നു. ആലുവ ഒരു കുടുംബത്തിൽ 5 പേരെ ഉറങ്ങിക്കിടക്കുമ്പോൾ വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തി. ഗൃഹനാഥനും ഭാര്യയും 3 മക്കളുമാണ് കൊല്ലപ്പെട്ടത്. കൊല നടത്തിയ ശേഷം ഒളിവിൽ പോയ പ്രതിയെ പിടികൂടാൻ പോലീസ് ഊർജിതമായ അന്വേഷണം നടത്തി വരികയാണ്. കൊല്ലപ്പെട്ട ലോറൻസിൻ്റെ ഇളയ മകൻ പീറ്ററാണ് കൊല നടത്തിയതെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. പിതാവിനോട് പണം ആവശ്യപ്പെട്ട് നൽകാത്തതിലുള്ള പ്രതികാരമാണ് കൊലക്ക് കാരണമെന്ന് പറയപ്പെടുന്നു. പിതാവിനോട് പണം ആവശ്യപ്പെട്ട് നൽകാത്തതിലുള്ള പ്രതികാരമാണ് കൊലക്ക് കാരണമെന്ന് പറയപ്പെടുന്നു. ആ, അത് ശരി. പണം ചോദിച്ചിട്ട് കൊടുക്കാത്തതിനാണ് കൊന്നത്. ഈ കാര്യത്തിൽ ഞാൻ കൊന്നോൻ്റെ ഭാഗത്താ. പണം ഉണ്ടായിട്ടാണല്ലോ ചോദിച്ചത്. എന്നാൽ പിന്നെ അതങ്ങ് കൊടുത്തൂടെ? ഒന്നുമില്ലെങ്കിൽ സ്വന്തം മകനല്ലേ. ചോദിച്ച പണം കിട്ടിയില്ലെങ്കിൽ ആരായാലും കൊല്ലും. അവിടെ ഉപ്പേണോ ഉമ്മേണോ എന്ന് നോക്കൂല. അത് പോൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും കൊല്ലും. ആ, ഉപ്പ അവിടെ ഉണ്ടായിരുന്നോ? ഏതായാലും നന്നായി. ഞാൻ ഉപ്പയോടൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്താ ചോദിച്ചോ? എനിക്കൊരു 1 ലക്ഷം രൂപ വേണം. 1 ലക്ഷം ഉറുപ്പ്യേ? അനക്കെന്താ ഭ്രാന്തുണ്ടോ? എനിക്കിപ്പോൾ കാശിന് അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ് ചോദിച്ചത്. 1 ലക്ഷം രൂപ തരുന്നോ ഇല്ലയോ? 1 ലക്ഷം പോയിട്ട് 1 രൂപ ഞാൻ തരില്ല. ഒരു കുടുംബത്തിൽ 5 പേരെ ഉറങ്ങിക്കിടക്കുമ്പോൾ വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തി. 50,000 പോരെ? പോരാ. 1 ലക്ഷത്തിൽ ഒരു 5 പൈസ കുറയില്ല. ഗൃഹനാഥനും ഭാര്യയും 3 മക്കളുമാണ് കൊല്ലപ്പെട്ടത്. എന്റെ തന്ത്രം വിജയിച്ചു. ഇത്ര നിസ്സാരമായി 1 ലക്ഷം അടിച്ചു മാറ്റാൻ കഴിയുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. അളിയനുണ്ട്, നന്ദിയുണ്ടടാ, നന്ദിയുണ്ട്. ഛേ, 1.5 ലക്ഷം ചോദിക്കായിരുന്നു. എന്നാൽ ഒരു 6 മാസത്തേക്കുള്ള ചുറ്റിക്കളിക്കുള്ള വകയായി. അല്ലെങ്കിൽ വേണ്ട, അത്രക്ക് ആക്രാന്തം പാടില്ല. അടുത്ത തവണ ഇതിനേക്കാൾ ഭീകരമായൊരു കൊലപാതക വാർത്ത തട്ടിക്കൂട്ടി ഒരു 50,000 കൂടി തട്ടാം. അങ്ങനെ വിലസാനുള്ള വക ഉപ്പയിൽ നിന്ന് തന്നെ അടിച്ചു മാറ്റാം. നോട്ടിന്റെ കെട്ടുകൾ ഇങ്ങോട്ടിട്ടോളൂ. എന്താടാ ഇത്? നീ മോണാക്ട് കളിക്കുക? എന്താടാ, എന്താ നീ നോക്കി പിടിപ്പിക്കണേ? അത് കീറല്ലടാ, അത് കീറല്ല. എടാ, എന്താ എന്താ എന്താ? നീ എന്നെ കൊലക്ക് കൊടുക്കും അല്ലട തേണ്ടി. നിന്നെ കൊന്ന് കുഴിച്ചു മൂടും ഞാൻ. ഗൾഫിൽ കുവൈറ്റിൽ വെച്ച് ചിത്രീകരിച്ച് ഗൾഫിലെ ധാരാളം പ്രവാസി നടന്മാർ അഭിനയിച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് അളിയനൊരു ഫ്രീ വിസ. ഈ ചിത്രത്തിലെ ശ്രദ്ധേയമായൊരു കോമഡി സീനാണ് ഇനി. അളിയോ, അളിയല്ലാതെ എനിക്കവിടെ ഒറ്റക്ക് നിൽക്കാൻ പറ്റൂല. എനിക്കും അളിയൻ്റെ കൂടെ നാട്ടിൽ പോരണം. അളിയൻ ജോലി കയറിയിട്ട് ഒരാഴ്ചയിലേ ആയിട്ടുള്ളൂ. 15 വർഷമായി ഞാൻ ഇവിടെ. ത്യാഗം ചെയ്യാതെ ഒന്നും നേടാൻ കഴിയൂല അളിയ. അളിയനിപ്പം ത്യാഗമൊക്കെ പറയാം. ബായി 7 ലക്ഷം ഉറുപ്പ്യല്ലേ തന്നത്? എന്നോടാണ് ഈ ബായി മനുഷ്യപ്പറ്റില്ലാതെയാണ് പെരുമാറുന്നത്. അയാളോടൊപ്പം എനിക്ക് പിടിച്ചിക്കാൻ പറ്റൂല. അളിയ, എന്താ നിങ്ങൾ ഉദ്ദേശം? ബായി 7 ലക്ഷം ഉറുപ്പ്യ തന്നല്ലേ? ഞമ്മക്ക് രണ്ടാക്കും ബിസിനസ് തുടങ്ങാം, അത് മാത്രം പോരെ. അതുകൊണ്ട് ഞാനും അളിയൻ്റെ ഒപ്പം പോരുകയാണ്.
അല്ലെങ്കിൽ ബായി എനിക്കിതുപോലെ പൈസ തരുമോ? എന്നാൽ പിന്നെ ഞാനും ഇവിടെ നിൽക്കാം. എനിക്കറിയൂല അളിയ. ആരോടെങ്കിലും എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. മനസ്സ് നന്നായാൽ പടച്ചോൻ്റെ അനുഗ്രഹം ഉണ്ടാവും. അതിനുള്ള ഏറ്റവും വലിയ തെളിവ് എനിക്ക് എൻ്റെ ജീവിതം തന്നെ എമ്പാടും മതി. ഒരു കാലത്ത് പടച്ചോൻ്റെ അനുഗ്രഹം നിങ്ങൾക്കും ഉണ്ടാവും. അതിനൊക്കെ കാത്തുക്കാനൊന്നും ഇന്നെ കൊണ്ടാവില്ല. അല്ലെങ്കിൽ പടച്ചോൻ്റെ അനുഗ്രഹം എന്നാ ഉണ്ടാകുക എന്ന് പറയും. ഒരു കൊല്ലത്തിനുള്ളിൽ ഉണ്ടാവുമോ? അങ്ങനെയാണെങ്കിൽ ഒരു കൊല്ലം ഞാൻ ഇവിടെ നിൽക്കാം. അല്ലെങ്കിൽ ഞാൻ അളിയൻ്റെ ഒപ്പം പോരുകയാണ്. ആ, അളിയാൻ ഒരു കാര്യം ചെയ്യ്. പാസ്പോർട്ട് കിട്ടുകയാണെങ്കിൽ നാളെ എൻ്റെ ഒപ്പമാണ് പോര്. ടിക്കറ്റ് ഞാൻ എങ്ങനെയെങ്കിലും ശരിയാക്കി തരാം. ഈ ഗൾഫുകാരുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ? ഈ ഗൾഫുകാരന്മാർ നാട്ടിലെത്തി അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളായ 2 ചോദ്യങ്ങളാണ്. എന്നാ വന്നത്? അതിന് ഉത്തരം കഴിയുമ്പോൾ ഉടനെ ചോദിക്കും എന്താ പോണത്? ഇതൊക്കെ സഹിക്കാം. ഇങ്ങനെ ഇരിക്കുമ്പോൾ വേറൊരു പ്രശ്നം വന്നുപോയി. മറ്റാരുമല്ല, പിരിവുകാർ. ഉത്സവ കമ്മിറ്റി പിരിവ്, പള്ളി കമ്മിറ്റി പിരിവ്, ആ ഫണ്ട് ഈ ഫണ്ട് മറ്റേ ഫണ്ട് മറിച്ച ഫണ്ട് വിദേശ ഫണ്ട്. ഇനിയിപ്പോ ഇരിക്കണില്ല. വന്ന കാര്യം എന്താന്ന് വെച്ചാല് നമ്മളെ യത്തിങ്ങാനക്ക് പുതിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു. 15 ലക്ഷം ബഡ്ജറ്റ്. അതിലിപ്പോ ഒരു 10 ലക്ഷം ഗൾഫിൽ പോയി പിരിച്ചുണ്ടാക്കണം. അതിന് കാര്യപ്പെട്ട ഒരാളെ അങ്ങോട്ട് അയക്കുന്നുണ്ട്. ബാക്കി നാട്ടിൽ നിന്ന് പിരിച്ചുണ്ടാക്കണം എന്നാ കമ്മിറ്റിന്റെ തീരുമാനം. നാട്ടിലെ പിരിവിലും ഇപ്പൊ തരാനുള്ളത് നിങ്ങൾ ഗൾഫുകാർ തന്നെയാണല്ലോ. ഏത് ഇങ്ങനെ പിരിവുകാരെ കൊണ്ട് മടുത്തിരിക്കുമ്പോ ദേവരണം വേറൊരു മാർഗം. വേറെ ആരാ? അളിയന്മാര്. ഈ അളിയന്മാരെന്ന് പറഞ്ഞ 2 വിധമുണ്ട്. ഭാര്യയുടെ ആങ്ങള അളിയൻ, പെങ്ങളുടെ ഭർത്താവ് അളിയൻ. ഇതിൽ ഭാര്യയുടെ ആങ്ങള അളിയനെ കൊണ്ട് നമുക്കൊരു ശല്യം ഉണ്ടാവില്ല, നമ്മളായിരിക്കും അവർക്ക് ശല്യം. പക്ഷെ പെങ്ങളുടെ ഭർത്താവ് അളിയനുണ്ടല്ലോ, സ്വസ്ഥത എന്ന് പറഞ്ഞ സാധനം തരത്തില്ല. അതുകൊണ്ട് പെങ്ങളുടെ ഭർത്താക്കന്മാരായ അളിയന്മാരെ സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ ഇതുപോലൊക്കെ സംഭവിക്കും കേട്ടാ. എന്നാലും ഈ നമ്മളോട് ഇത് ചെയ്യൂന്ന് കരുതിയില്ല. കുട്ടികളെ മുഖത്തേക്ക് നോക്കാൻ പറ്റിയില്ല. വിമാനത്താവളം കാണിച്ചു തരാന്ന് ഓർക്കൊരു പൂത ഉണ്ടാക്കിയ വെറുതെ ആയിപ്പോയി. അളിയൻ വന്നു എന്ന് കേട്ടവൻ തുടങ്ങിയതാ സൂറ കരച്ചില്. വരുന്ന കാര്യം അറിയിച്ചൂടായിരുന്നു എന്ന് ചോദിച്ചിട്ട് ഓള് കരയണത്. സാധാരണ ഗൾഫിൽ നിന്ന് ഒരാൾ വരുമ്പം ആ സംഗതി എങ്ങനെയോ ഇവിടെ ലീക്കാവാറുണ്ട്. ഇപ്രാവശ്യം അതും ഉണ്ടായില്ല. അളിയൻ വരുമ്പോൾ വിമാനത്താവളം കാണിച്ചു കൊടുക്കാൻ ഞാൻ ഉറപ്പ് കൊടുത്തതാ. ഐറ്റിങ്ങൾക്കും ഉണ്ടാവില്ല വിമാനം കാണാനുള്ള ഒരു പൂതി. ഡകാ ഡകാ. എന്തേ അനക്കൊന്നും പറയാനില്ലേ? കൊണ്ടോട്ടി കഴിഞ്ഞ് എയർപോർട്ട് ജംഗ്ഷനിൽ ബസ് ഇറങ്ങി 20 ഉറുപ്പ്യ കൊടുത്ത ഓട്ടോറിക്ഷയിൽ കരിപ്പൂർ എയർപോർട്ടിലെത്താം. ഷാഹിനാക്കും കുട്ടിക്കും ഞാൻ അങ്ങനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലാതെ അതിന് അളിയാൻ വരാൻ കാത്തു നിന്നിട്ടില്ല. നിങ്ങൾക്കൊക്കെ വിമാനത്താവളം കാണാനുള്ള സങ്കടം. എനിക്ക് ഇവിടെ പുറത്തിറങ്ങി നടക്കാൻ വയ്യ. അറിയിക്കാതെ വന്നോണ്ട് ഇവനെ അവിടുന്ന് കയറ്റി വിട്ടാന്ന് ആൾക്കാർ പറയുന്നത്. നാട്ടിൽ എനിക്കൊരു നിലയും വിലയൊക്കെ ഉണ്ടായി വരേനും അതില്ലാണ്ടായി. കുട്ടിയാക്കൊക്കെ ഉറക്കം വരുന്നുണ്ട്. പെട്ടി പൊളിക്കണം കാത്തിരിക്കുക അവലൊക്കെ. ബാളിയ പെട്ടി പൊളിക്കുമ്പോൾ അടുത്തില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. എനിക്കൊരു സാധനം ആവശ്യമില്ല. എനിക്ക് അഭിമാനം വലിയ ഡകാ ഡകാ. എന്തൊക്കെ കൊണ്ടോന്ന് നോക്കാലോ. ഞമ്മള് പോട്ടെ. ഞങ്ങള് പോവാ. സുബൈനോട് ഇന്ന് തന്നെ അങ്ങോട്ടൊന്ന് വരാൻ പറയും. വേഗം വാ. ആ സുബൈർ അതാ വരുന്നേ. ഞങ്ങള് പോവാണ്. നാളെ പോയാ പോരെ? നാളെ പോയാലും ഇന്ന് പോയാലും കണക്കാ. അളിയൊന്ന് അയച്ചിട്ട് വേണ്ടേ ഞങ്ങക്ക് കയ്യാന്? വേറെ ആരും സഹായിക്കാനില്ലല്ലോ. ഇവിടെ എന്നാല് ഇന്നത്തെ പണിയും പോവും. ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. മറ്റേ കാര്യം പറയ്. എന്ത് കാര്യം? എന്റെ കല്യാണക്കാരിയേ. അതെ, ഇവക്കൊരു കല്യാണം ഉണ്ടാക്കാൻ സുബൈറിനോടൊന്ന് പറയണ്ടേ? ഇപ്പൊ മുണ്ടണ്ട.
ആ ലീക്ക് ബീരാൻ നോക്കി നിൽക്കുന്നുണ്ട്. ഇക്കാര്യം പറയാൻ അടുത്ത ആഴ്ച വന്ന് 2 ദിവസം കൂടെ താമസിക്കും. ആ എന്നാ ഇത് വെച്ചോ. നന്നായി പഠിക്കണം കേട്ടോ. ഇടയ്ക്കൊക്കെ വരണം. സുബൈറേ, ഒന്നവിടെ നിക്ക്, ഒരു കാര്യം പറയട്ടെ. അളിയൻ എന്തെങ്കിലും കൊടുത്താളാ, മൂപ്പർക്കൊന്നും ഇഷ്ടല്ല, എന്നാലും ഒരു സന്തോഷല്ലേ. ഇതളിയാ ഇത് വെച്ചോളി. എന്തിനാ ഇത്? ഇതിപ്പോ എല്ലാവർക്കും കൊടുക്കാണ്ടാവോ? അല്ല, ഇനി പോരെ. പൊതുജനം പലവിധം എന്നാണ്. ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്ന പലരുമുണ്ട്, എന്നാൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ചിലരുമുണ്ട്. മീനും ഇറച്ചിയില്ലാതെ ഭക്ഷണം തൊണ്ടയിൽ നിറങ്ങില്ല എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. മീനിൻ്റെയും ഇറച്ചിയുടെയും മണം അടിച്ചാൽ പോലും ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവരുമുണ്ട്. മീനും ഇറച്ചിയും കൂട്ടി ഭക്ഷണം കഴിക്കുന്നവൻ ഒരു ദിവസം അതില്ലെങ്കിലും ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാറുമുണ്ട്. ഇവിടെ ഒരു ഇക്കയുണ്ട്. പുള്ളിക്കാരൻ മീനില്ലാതെ ഇതേവരെ ഭക്ഷണം കഴിച്ചിട്ടുമില്ല, ഇങ്ങോട്ട് കഴിക്കത്തുമില്ല. അതിനുവേണ്ടി അദ്ദേഹം ചന്തയിൽ പോയി മീനൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് ഭക്ഷണം കഴിക്കാറായപ്പോഴോ അത് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. ഗതി കെട്ടവൻ തലമുട്ടയടിച്ചപ്പോൾ കല്ലുമഴ എന്ന് കേട്ടിട്ടില്ലേ? ഇതാണ്. പറഞ്ഞിപ്പ മീനും കൂട്ടാൻ പറ്റാതെയായി. അതെന്താ? മീനിൽ എന്തോ മരുന്നിടണുണ്ടെന്ന് കമറ് പറഞ്ഞു. മരുന്നിടുന്നത് നല്ലതാ, മീനിന്റെ കേടൊക്കെ ഒന്ന് പോയിക്കോളും, മനസ്സിലായില്ലേ? ഞാൻ ഓരോന്ന് പറഞ്ഞിട്ട് മീൻ കൊണ്ടുവന്ന കൂടി ഇല്ലാതാക്കി ആളാ. ഇറച്ചും കോയും കൊണ്ടുവന്ന ഏതായാലും ഇല്ലാതാക്കി. എന്നിട്ടും വെള്ളിയാഴ്ച മുടങ്ങാതെ ഇറച്ചി വാങ്ങണ്ടല്ലോ. ആ പിന്നെ വെള്ളിയാഴ്ച ഇറച്ചി വാങ്ങാത്തോളൂ ദീനുൽ ഇസ്ലാം എന്ന് പുറത്താ. അല്ല, സമയം പന്തായി? ബാങ്ക് കൊടുത്തല്ലോ, 12:30 കഴിഞ്ഞുണ്ടാവും. അതാ വാർത്ത കേട്ടില്ലല്ലോ. എന്റെ കൈമേലാണെങ്കിൽ ഇപ്പൊ മീനും ആയി. സൈനുജീനെ, സൈനുജി ആ റേഡിയോ ഒന്ന് തുറന്നാ. ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ജനങ്ങളോടുള്ള പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി രാഷ്ട്രപതി കോഴിക്കോട് വെച്ചാ കഴിഞ്ഞ ആഴ്ച കാസർഗോഡ് ജില്ലയിൽ നിന്നും കണ്ടെടുത്ത 2000 വർഷം പഴക്കമുള്ള മനുഷ്യാസ്ഥികൂടം രാഷ്ട്രപതിയിൽ നിന്നും ഭാരതരത്ന അവാർഡ് ഏറ്റുവാങ്ങി. ഇന്നലെ കോട്ടക്കലിനടുത്ത് ദേശീയപാതയിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാളെ പുന്നമടക്കായലിൽ നടക്കുന്ന വള്ളംകളി മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു. ഈ വർഷത്തെ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഏറ്റവും നല്ല ചിത്രം കിലോക്ക് 3 രൂപ നിരക്കിൽ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുമെന്ന് മന്ത്രിസഭാ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ജീവനക്കാർക്കും അധ്യാപകർക്കും അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് പ്രത്യേക കാലാവസ്ഥാ മുന്നറിയിപ്പ് ഒന്നുമില്ല. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഏകദിന ക്രിക്കറ്റ് ടെസ്റ്റിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ഫിഷറീസ് വകുപ്പിന്റെ പ്രത്യേക അറിയിപ്പിൽ പറയുന്നു. സംസ്ഥാനത്ത് നിലവിലുള്ള സൗഹാർദ്ദാന്തരീക്ഷം തകർക്കുന്നവരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്ലിറ്റ് നൽകി ആദരിച്ചു. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി രാഷ്ട്രപതി നാളെ കേരളത്തിലെത്തും. രാഷ്ട്രപതിയെ സ്വീകരിക്കാൻ തലസ്ഥാന നഗരിയിൽ വിപുലമായ സന്നാഹങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ വർഷത്തെ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഏറ്റവും നല്ല ചിത്രം ജമീല, ജമീല എടി അന്തോട്ടോളെ ഇവിടെ വന്ന എന്തേ ഇത് കണ്ടോ ജി? പടച്ചോനെ, നിങ്ങൾ ഇത് വിട്ടിട്ട് എവിടെ പോയി? അന്റെ തലയില് നീ കാവുന്ന് കാണുന്ന മുണുങ്ങിക്കോളി എല്ലാരും കൂടി, മനസ്സിലായില്ലേ? അത് ശരി, മീൻ പാത്രം മുറ്റത്തിട്ട് എണീറ്റ് പോയിട്ട് കുറ്റൊക്കെപ്പന്റെ തലയിലായ. ആ കുറ്റ എന്റെ തന്നെ. എന്റെ തറവാട് ഏതാ അറിയക്ക്? നിങ്ങളെ തറവാട് ഏതാന്ന് എനിക്കറിയാം, പക്ഷെ പൂച്ചയ്ക്കും കാക്കയ്ക്കും അറിയില്ലല്ലോ. ചെറിയ പാമ്പാണ് ഈ വലിയ പടിയോണ്ട് തലണെന്ന് പറഞ്ഞ മാതിരി. പച്ചമീൻ ഇല്ലാതെ ഞാൻ ചോറൊന്നുമില്ല, മനസ്സിലായില്ലേ? ഉണക്കമീൻ മതിയാ? ഉണക്കമീൻ ഉണ്ട്. ഞങ്ങളെ തറവാട്ടുകാർ ഉണക്കമീൻ തിന്നില്ല, പച്ചമീൻ തിന്നാൻ കൈവുള്ളോല, മനസ്സിലായില്ലേ? എന്നാലും ഇന്ന് തറവാടിന്റെ പോരിശൻ പറഞ്ഞ് പട്ടിണി കിടന്നോളി. എനിക്ക് മെയിനും ഇറച്ചിയില്ലെങ്കിലും ചോറിറങ്ങും. എനിക്ക് കുറെ ചോറ് ഉരുളാക്കി മുഴുങ്ങി ജാറം ഫുള്ളാക്കിയാ മതിയല്ലോ. ഏതായാലും നിങ്ങൾ തിന്നണ അത്ര ചോറൊന്നും ഞാൻ തിന്നലില്ല. ഞാൻ തിന്നണ ചോറിന്റെ കണക്കൊന്നും ജി പറയണ്ട.
ഞാൻ പള്ള നാർന്നാലും തിന്നു. അന്റെ തറവാടിൽ നിന്ന് കൊണ്ടുവന്ന ആയതുകൊണ്ടല്ലോ ഇവിടെ 3 നേരം ചോറൊക്കണ്. മനസ്സിലായില്ലേ? അതിനിപ്പോ നിങ്ങൾ എന്തിനാ എന്റെ തറവാടിനെ പറ്റി പറയണേ? അന്റെ തറവാട് തീ കൊടുത്ത് ചൂട്ടാളും ഞാന്. മനസ്സിലായില്ലേ? നിങ്ങൾ ഇപ്പൊ തറവാട് ചൂടാനൊന്നും പോണ്ട. ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് പറഞ്ഞാ മതി. മീൻ വാങ്ങിക്കൊണ്ടുവരാൻ ഞാൻ പോണോ? ആര് വാങ്ങിക്കൊണ്ടുവന്നാലും വേണ്ടില്ല. എനിക്ക് ഉച്ചാകുമ്പോ ചോറ് നിന്നാണെങ്കിൽ പച്ചമീൻ കിട്ടണം. മനസ്സിലായില്ലേ? അല്ല, എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കാണ്. ഞാൻ ബാംഗ്ലൂരിലേക്ക് ഒന്ന് തിരിച്ചു പോകണോ? പോണെങ്കിൽ ഇപ്പൊ തന്നെ പോകാം. അടുത്ത മാസം ഫൈനൽ ഇയർ പരീക്ഷയാണ് എനിക്ക്. മല പോലെ കൂട്ടിയിട്ട പുസ്തകങ്ങളെല്ലാം വായിച്ചു തീർക്കാനുള്ളതാ. വീട്ടിലാകുമ്പോൾ സ്വസ്ഥമായിരുന്ന് വായിക്കാമെന്ന് കരുതിയിട്ട് സ്റ്റഡി ലീവിന് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് തെറ്റായിപ്പോയി. ബാപ്പാക്കും ഉമ്മാക്കും പഴയ സ്വഭാവത്തിന് ഒരു മാറ്റം വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ അടിപിടി നടക്കട്ടെ. ഞാൻ ബാംഗ്ലൂരിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. നമ്മൾ ചെയ്തത് വളരെ മോശമായിപ്പോയി. മക്കളൊക്കെ വലുതാകുമ്പോ നമ്മളും അതിനനുസരിച്ച് പെരുമാറണ്ടേ? അതൊക്കെ എന്റെ തരാറാ. അതൊക്കെ ഞാൻ സമ്മതിച്ചു. നിങ്ങൾ വേഗം ചെന്ന് ഓനോട് പോണ്ടാന്ന് പറയും. ഞാൻ പറയൂല, അജന്നെ പോയി പറഞ്ഞാൽ മതി. നിങ്ങളല്ലേ ബാപ്പ, അപ്പൊ നിങ്ങളല്ലേ പറയണ്ട്. അത് ശരിയാവില്ല. ആ മക്കളോട് പറയേണ്ട ഇമ്മാരാ. പണ്ടേക്കും പണ്ടേ അങ്ങനെയാണ്. ഈ കേട്ടില്ലേ, പൊന്ന് കായ്ക്കണ മാരാണെങ്കിൽ പൊരക്ക് ചാഞ്ഞാ പെട്ടണം. എന്നാലൊരു കാര്യം ചെയ്യാ, നമുക്ക് രണ്ടാക്കും കൂടെ ചെന്ന് പറയാ. ആയിക്കോട്ടെ. ഒത്തുപിടിച്ചാ മലവും പോലും എന്നാണല്ലോ. മനസ്സിലായില്ലേ? കമറോ, ഈ ഇനി ഞങ്ങളെ പ്രശ്നം കൊണ്ട് പോണ്ട. ഞങ്ങൾ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കൂല. സത്യാണല്ലോ. ഇനി ഉമ്മാനും ബാപ്പാനും തർക്കം ഈ മുറിക്കുള്ളിൽ കേട്ടാൽ ഞാൻ സ്ഥലം വിടും. ബാപ്പ എന്ത് പറയുന്നു? ഞാൻ നിർത്തി. നീ പോരെ, നിന്റെ ഒച്ച ജി കേൾക്കൂല. മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ പോണില്ല. എന്നാലേ എന്റെ വായന മുടക്കണ്ട. നടക്കി നടക്കി ഇങ്ങോട്ട് വരി. നമ്മളെ വീട്ടിലൊരു എഞ്ചിനീയർ ഉണ്ടാവാന്ന് പറയണേന്റെ ഗമ എന്തായിരിക്കും? പുറത്തിറങ്ങി നടക്കുമ്പോ എഞ്ചിനീയറെ ബാപ്പയാണ് ആ പോണതെന്ന് നിങ്ങളെ ചൂണ്ടി ആൾക്കാർ പറയണത് ഒന്ന് ഓർത്തു നോക്കി. വായിക്കാതെയും പഠിക്കാതെയും എഞ്ചിനീയർ ആവാൻ പറ്റുമോ? അപ്പൊ അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കേണ്ടത് ആരാ? നമ്മള്. ഏതായാലും ഞാൻ പോയി കുറച്ച് മീൻ വാങ്ങി കൊണ്ടുവരാം. മുണ്ടിയ ബാപ്പ അമ്മനെ തല്ലും. മുണ്ടിയില്ലേ ഈ ബാപ്പ പന്നിയർച്ചി തിന്നു എന്ന് പറഞ്ഞ മാതിരി എഞ്ചിനീയർമാർ കുറച്ച് മീനൊക്കെ കൂട്ടുന്നത് നല്ല. മനസ്സിലായില്ലേ? ഡോൺ വിഷ്വൽ ഗ്രൂപ്പിന്റെ മറ്റൊരു ശ്രദ്ധേയമായൊരു ചിത്രമാണ് 1 ടീസ്പൂൺ വീതം 3 നേരം. ഈ ചിത്രത്തിലെ മനോഹരമായ ഒരു കോമഡി സീനാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. तुम दाद उनकी दादा कैसा है कि बाहर कितना दूर लगे तुम ആമിന, ഞാനൊന്ന് മൂത്രം വെച്ച് വന്നാട്ടെ. നിങ്ങൾ കൊറേ നേരമായി മൂത്രം വെച്ചിട്ട് വരാന്ന് പറഞ്ഞു. ഒഴിച്ചിട്ട് വന്നോളി. ഇത് കാണാനും സമ്മതിക്കൂല. അതിന് മൂത്രം ഒഴിക്കാൻ പോകുമ്പോഴല്ല ഇപ്പൊ സ്റ്റീഫൻ വന്ന് നേരത്തെ പോവാൻ നോക്കിയപ്പോ കണ്ടാണ് മല്ലേശ്വരി വരുന്നത്. എന്താ ആമിന? ആമിന അടങ്ങിക്കാൻ എന്നോട് പറഞ്ഞ ഞാൻ കേട്ടോ. ഇവിടെ ആരും ഇല്ലാന്ന് വിചാരിച്ചിട്ട് എനിക്ക് കൂടെ കൂടെ അന്തല്ലാതാകുക. ടിവിയിൽ മാണ്ടാത്തരം കണ്ട് കണ്ട എന്റെ സ്വഭാവം പറ്റ കേട് നടക്കുന്നുണ്ട്. മോന്തൊക്കെ ഒന്ന് തരും ഞാൻ. നിങ്ങളെന്താ മനുഷ്യ ഈ പെരി 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 എന്ന് പറയണേ? ഇങ്ങനെ തച്ചോണ്ടിരിക്കണം എന്തിനാ? ഞാനോ? പിന്നെ ഇജല്ലാതെ ഇവിടെ ആരാ അല്ലാണുള്ളത്?
मेरा पैसा वापस करो वरना मजबूरन मुझे तुम दोनों को मारना पड़ेगा। ठीक है, हम मेहर को मारेगा। काम खत्म होने के बाद हम तुमको 1 लाख रुपए और देंगे। बंदूक है तुम्हारे? മിണ്ടരുത്, കൊല്ലും ഞാൻ. വേണ്ടി പോകരുത്, കൊല്ലും ഞാൻ. എന്താ നിങ്ങളുടെ പേര്? നിനക്ക് കൊല്ലാൻ പറ്റുമോ? ആമിന. ആമിനെ? നമുക്ക് ധൈര്യം സംഭരിക്കാടാ. ഇനി ആ എന്റെ ഉമ്മാന്റെ പേരും ആമിന എന്നായിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളൊന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാൻ കുത്തി മലർത്തായിരുന്നു. എന്താ നിങ്ങളുടെ പേര്? എന്റെ പേരും ആമിന തന്നെയാണ്, പക്ഷെ എല്ലാവരും വിളിക്കല് ചെറിയോനാക്കാന്ന. എന്റെ റബ്ബേ, നിങ്ങളെ പേര് ആമിന? ഉണ്ടല്ലോ ഒരു പട്ടോള. ആ ദജ്ജാലെങ്ങാന്റെ പേര് കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എന്റെ മയ്യത്തെടുക്കേണ്ടി വരും. എന്തിനെന്നോട് ഈ പരീക്ഷണം? നിങ്ങൾക്ക് പേരിടാ വേറെ ഒന്നും കിട്ടിയില്ലേ? ഇരിക്കുമ്മ, നിങ്ങൾ ഇരിക്കുമ്മ. പോയോ അല്ലേ? നിങ്ങളല്ലേ മൂത്രയിക്കാനുണ്ടെന്ന് പറഞ്ഞത്? പോയി മൂത്രയിച്ച് വന്നോളൂ, സംസാരിക്കാനുണ്ട്. വേണ്ട, അത് നിങ്ങളെ കണ്ടതോടുകൂടി തന്നെ ഒഴിഞ്ഞു പോയി. ഇനി ഒഴിക്കണമെങ്കിൽ പുതിയത് ഉണ്ടായിട്ട് വേണോ? ശരി, എന്നാ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ആ, ഞാനൊരു കള്ളനാ. എന്നാലത് ആദ്യം പറയണ്ടേ? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നത്? ഞാൻ ഈ TV കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. TV കൊണ്ടോവേ? പൊന്നും പണ്ടോ വേണേ കൊണ്ടോയിക്കോളി. TV കൊണ്ടോവാൻ നമ്മൾ സമ്മതിക്കൂല. അതന്നെ ഞാനും പറഞ്ഞത്. മിണ്ടി പോകരുത്. എതിർക്കാൻ ശ്രമിച്ചാൽ ഞാൻ എന്റെ ഉമ്മയെ മറക്കും. അത് പഴയ ടിവിയാ, വിറ്റാലൊന്നും കിട്ടൂല. പൈസ മാണി എത്ര വെച്ചാ തരാ. അതവിടെ നിന്നോട്ടെ. TV വില അല്ലാതെ കൊണ്ടുപോയിട്ട് എന്താ കാര്യം? തീരെ ഉൾപ്പില്ല എനിക്ക്. അത് കൊണ്ടുപോയല്ലേന്ന്. അപ്പോൾ ഈ ഹാസ്യരംഗങ്ങളെല്ലാം കണ്ട് നിങ്ങൾ ആർത്തുല്ലസിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഈ ഹാസ്യരംഗങ്ങളിലെ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്ന മിസ്റ്റർ സിദ്ദിഖ് കൊടിയത്തൂർ, അദ്ദേഹത്തെ നിങ്ങൾ പ്രേക്ഷകർക്ക് ഒന്ന് നേരിട്ട് കാണണമെന്ന് ആഗ്രഹമില്ലേ? നമുക്ക് അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ, മിസ്റ്റർ സിദ്ദിഖ് കൊടിയത്തൂർ. ഞാൻ പ്രശാന്ത് കാഞ്ഞിനെ മറ്റുമാണ്, സ്റ്റുഡിയോയിൽ നിന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ ഹാസ്യരംഗങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ പുതിയ കലോപഹാരം ഞാൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രേക്ഷകർക്ക് സിദ്ദിഖ് കൊടിയത്തൂരിനെ ഒന്ന് നേരിട്ട് കാണണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതൊന്ന് സാധ്യമാക്കാൻ വേണ്ടി താങ്കൾക്ക് വിരോധമില്ലെങ്കിൽ സ്റ്റുഡിയോ വരെ ഒന്ന് വരാമോ? വരാം. ഓക്കെ, താങ്ക് യു. അദ്ദേഹം പെട്ടെന്ന് എത്തിച്ചേരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞു തീർന്നില്ല. നമ്മളേവരും ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്ന നമ്മുടെ ഏവരുടെയും പ്രിയതാരം മിസ്റ്റർ സിദ്ദിഖ് കൊടിയത്തൂർ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം മിസ്റ്റർ സിദ്ദിഖ് കൊടിയത്തൂർ. നമസ്കാരം. പ്രേക്ഷകർ ആവശ്യപ്പെട്ടിട്ടാണ് സിദ്ദിഖ് കൊടിയത്തൂരിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. നിരവധി കഥാപാത്രങ്ങളിലൂടെ നമ്മുടെയൊക്കെ മനസ്സിൽ ഇടം നേടിയ അനുഗ്രഹീതനായ ഒരു കലാകാരനാണ് ഇദ്ദേഹം. ഏതായാലും ഞാൻ ചോദിക്കട്ടെ, ഒരുപാട് നല്ല ഹാസ്യ കഥാപാത്രങ്ങളെ നമുക്ക് വേണ്ടി ഹോം സിനിമകളിലൂടെ സിദ്ദിഖ് അവതരിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണിത്? ജീവിതത്തിൽ നിന്നും നേരിട്ട് കണ്ടെത്തുന്ന കഥാപാത്രങ്ങളാണ്? ഞാൻ അവതരിപ്പിച്ചിട്ടുള്ള അധിക കഥാപാത്രങ്ങളും നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കാണുന്ന ബസ് സ്റ്റാൻഡുകളിലൊക്കെ കാണുന്ന കഥാപാത്രങ്ങൾ തന്നെയാണ്. പക്ക നാടനായിട്ടുള്ള ആളുകൾ തന്നെയാണ്. അവരുടെ ചലനങ്ങളും ചില സംസാരങ്ങളൊക്കെ വായ്പ എടുത്തിട്ടാണ് കഥാപാത്രങ്ങൾ ഫോം ചെയ്തിരിക്കുന്നത്. ഇത്രയും കഥാപാത്രങ്ങളെ ഞാൻ കണ്ടതിൽ നിന്നും എനിക്കുണ്ടായൊരു സംശയം വേറൊന്നുമല്ല. ഇത്രയും ഗ്ലാമറുള്ള നടൻ സിദ്ദിഖിനെ ഓർമ്മിപ്പിക്കുന്ന മുഖഭാവമുള്ള ഈ സിദ്ദിഖ് ചെയ്യുന്ന കഥാപാത്രങ്ങൾ വളരെ കോലം കെട്ട കഥാപാത്രങ്ങളാണ്. ഇത്രയും നല്ല കോലമുള്ള സിദ്ദിഖ് എന്തുകൊണ്ടാണ് ഇത്ര കോലം കെട്ട കഥാപാത്രങ്ങളെ ചൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് എൻ്റെ സംശയം. എന്താണ് എൻ്റെ എൻ്റെ കഥാപാത്രങ്ങൾ കോലം കെട്ടുപോയതിൽ ഞാൻ ഉത്തരവാദിയല്ല. പിന്നെ ആരാണ്? കാരണം ഡയറക്ടർ തരുന്നു, ഞാൻ അനുഭവിക്കുന്നു. അനുഭവിക്കുന്നു. പിന്നെ
നല്ല കഥാപാത്രങ്ങൾ ഈ കോലത്തിലൊക്കെ വന്നിട്ട് ആരെങ്കിലും ചിരിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ്. പിന്നെ മാക്സിമം വൃത്തികെട്ട രൂപത്തിൽ വരുമ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കപ്പെടും. നല്ല കുറെ ടൈയും കോട്ടും ഒക്കെ ധരിച്ച് നടക്കുന്ന കുറെ ആളുകളുടെ ഇടയിൽ ഒരുത്തനിങ്ങനെ അളിഞ്ഞ വേഷം ധരിച്ച് നടക്കുമ്പോൾ പ്രത്യേകിച്ച് അവനെ ശ്രദ്ധിക്കുമല്ലോ. ശ്രദ്ധിക്കും. ആ ഒരു ശ്രദ്ധയാണ് എനിക്ക് കിട്ടുന്നത് എനിക്ക് തോന്നുന്നത്. അപ്പൊ ബേസിക് ഇതിന്റെ ഏറ്റവും വലിയ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ശ്രദ്ധയാണ്. ശ്രദ്ധ. അതിലൂടെ അത് കോമഡി ഒന്നുകൂടി പെർഫോം ചെയ്ത് ഫലിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക്. ഇത്രയും കഥാപാത്രങ്ങളെ വളരെ അവിസ്മരണീയമാം വിധം അവതരിപ്പിച്ചു. ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ പിടിച്ചുപറ്റിയൊരു കഥാപാത്രം ഏതാണ്? ശ്രദ്ധ പിടിച്ചു പറ്റിയ കഥാപാത്രം കുടുംബകല 100-ാം ദിവസത്തിലെ കുഞ്ഞിക്കോയ എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. ഒരുപാട് ആളുകളുടെ നല്ല അഭിപ്രായം കേട്ടിട്ടുള്ള ഒരു കഥാപാത്രമാണത്. ഒക്കെ പെർഫെക്റ്റായി ചെയ്യാൻ കഴിഞ്ഞു എന്നൊക്കെ പല ആളുകളും അഭിനന്ദിച്ചിട്ടുള്ള കഥാപാത്രമാണ്. ആ കഥാപാത്രത്തിന്റെ സ്ലാങ്ങിൽ ആ കഥാപാത്രത്തിലൂടെ ജനങ്ങളിലേക്ക് ഒരു മറുപടി പറയാമോ? ആ കഥാപാത്രത്തിന്റെ സ്ലാങ് എന്ന് പറയുമ്പോൾ ആ കഥാപാത്രം ഫുള്ള് പിന്നെ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഈ പഴഞ്ചൊല്ലുകൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങൾ പറയാം. ഉദാഹരണത്തിന് തിന്നാനും കുടിച്ചാനും കിട്ടാനായിട്ട് വന്നാലേ ഞാൻ മനസ്സിലായില്ലേ, 1000 തെങ്ങുള്ള നായർക്ക് പല്ല് കൂട്ടാൻ ഏർക്കളില്ല എന്ന് പറഞ്ഞ മാതിരി അപ്പം എൻ്റെ അവസ്ഥ. മനസ്സിലായില്ലേ? തിന്നാനും കുടിച്ചാനും കിട്ടാനായിട്ട് പറഞ്ഞാലേ ഞാൻ മനസ്സിലായില്ലേ, 1000 തെങ്ങുള്ള നായർക്ക് പല്ല് കൂട്ടാൻ ഏർക്കളില്ല എന്ന് പറഞ്ഞ മാതിരി അപ്പം എൻ്റെ അവസ്ഥ. മനസ്സിലായില്ലേ? ഒരു പ്രത്യേക സ്റ്റൈല്. ഇത്രയും കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചപ്പോൾ ചുറ്റുവട്ടത്ത് നിന്നും കണ്ടെത്തിയ കഥാപാത്രങ്ങളാണ്. ചുറ്റുവട്ടത്ത്. അപ്പോൾ ഈ ഹോം സിനിമ കണ്ടിട്ട് ആ ജീവിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ വന്ന് നമ്മുടെ സിദ്ദിഖിനോട് ഏതെങ്കിലും രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ജീവിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾക്ക് പലർക്കും അറിയില്ല. അവരുടെ പല ആക്ഷനുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അറിയത്തില്ല. അതുകൊണ്ട് അവരിതുവരെ ഒന്നും ഒന്ന് പറയാൻ അഭിപ്രായം പറയാൻ ചെയ്തിട്ടില്ല. പക്ഷെ പല ആളുകൾക്കും അറിയാം, പുറമേയുള്ള പല ആളുകൾക്കും അറിയാം ഇത് ഇന്ന ആളാണെന്നുള്ളത്. അപ്പോൾ സിദ്ദിഖ് ഭായ്, ഇത്രയും കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചതിൽ വെച്ച് സിദ്ദിഖയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രത്തെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്യണം. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സീന് ഇതാ കണ്ടോളൂ. അതെ, VIP പാസിനാണെങ്കിൽ 500 റിയാൽ തന്നെ വരും. അത് വരും. എന്താ വെച്ചാൽ VIP പാസ് എന്ന് പറഞ്ഞാൽ VIPകളുടെ കൂടെ ഇരിക്കുക, അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാം, പിന്നെ സ്റ്റേജിന്റെ മുന്നിൽ ഇരുന്ന പരിപാടി കണ്ടൂടെ. ഞാൻ പറഞ്ഞു വെച്ചാല് അത് ഈ ഭക്ഷണത്തിന് അത്രയൊന്നും വരില്ല. അത് കാര്യം ശരി തന്നെ. പിന്നെ ഈ നാട്ടിൽ നിന്ന് സിനിമാക്കാരുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുക്കുക, ഭക്ഷണം കഴിക്കുക, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാന്ന്. അതെ ആയിക്കോട്ടെ 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 ആലോചിക്കുക നിങ്ങള്. പൈസ മുഴുവൻ അഡ്വാൻസ് വേണ്ടി വരും. പാസൊക്കെ എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് വന്നാ മതി. ഓക്കെ? പാട്ട് കേൾക്കാൻ ഒരു ടിക്കറ്റ് എടുത്ത് കയറണോ? ഒരു കാസറ്റ് വാങ്ങി കേട്ടാ പോരെ? പിന്നെ മിമിക്സ് പരേഡിലുകൊണ്ടാ ഞാനൊരു ടിക്കറ്റ് എടുക്കുന്നത്. അങ്ങനെ എനിക്ക് വേണ്ടി നീ ത്യാഗമൊന്നും ചെയ്യണ്ട. സിനിമാ താരങ്ങൾ പങ്കെടുക്കുന്ന ഗാനമേളയും മിമിക്സ് പരേഡും ആയതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും കൂടി ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് കരുതിയാണ് ഞങ്ങൾ ഈ പരിപാടി നടത്തുന്നത്. നീയേ ഒരു 50 റിയാലും എടുക്കും മോനെ. എന്നാ പിടി. ഇപ്പൊ തന്നെ വേണോ? വേണം. ഇല്ലെങ്കിൽ നാളെ നീയൊക്കെ കാലു മാറും. പോരട്ടെ. അസലം ഭായി ഒരു 50 റിയാല്. വരുന്ന വെള്ളിയാഴ്ചയാണ് ഗാനമേളയും മിമിക്സ് പരേഡും. പോടാ പോടാ. സോറി, കലാവാസനയില്ലാത്ത കാര്യം ഞാൻ അറിഞ്ഞില്ല കേട്ടാ. അല്ലെങ്കിലും അതൊക്കെ കണ്ടാസ്വദിക്കണമെങ്കിൽ ഒരു യോഗം വേണം. നീയൊക്കെ ജീവിതം വായിച്ചു തീർക്കും. നിങ്ങളൊക്കെ മധുവിനെ കണ്ടു പഠിക്കൽ. മോനെ മധു, നീ ഒരു 50 റിയാലും എടുക്കും മോനെ. ഈ പരിപാടിയിൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലെങ്കിലും ഞാനായിട്ട് മാറി നിൽക്കുന്നില്ല. പക്ഷേ അബ്ബാസ്കയും ഒരു ടിക്കറ്റ് എടുക്കണം. അബ്ബാസ്ക ടിക്കറ്റ് എടുക്കണമെങ്കിൽ കൊളംബോ വഴി കരിപ്പൂരിലേക്ക് വിമാനം മലർന്നു പറക്കണം. നീയേ അബ്ബാസ് ഖാൻ ഒരുമാതിരി ആക്കരുത്. എന്തോ നാട് എല്ലാരും കൂടി ഒരുമാതിരി. അബ്ബാസ് ഖാൻ വരുന്ന വെള്ളിയാഴ്ചയാണല്ലോ നമ്മുടെ ഗാനമേളയും മിമിക്സ് പരേഡും. നമ്മുടെ അല്ല, സിനിമാക്കാരുടെ ഗാനമേളയും മിമിക്രി. ശരിയാണ്. പക്ഷേ നമ്മളാണല്ലോ അതൊന്ന് വിജയിപ്പിച്ചെടുക്കേണ്ടത്. മാത്രമല്ല ഇവരെയൊക്കെ ഒന്ന് നേരിൽ കാണാൻ കിട്ടുന്ന അവസരമുണ്ടല്ലോ, അത് നമ്മളായിട്ട് കളഞ്ഞു കുടിക്കുന്നത്. നീയൊക്കെ അല്ലാതെ തന്നെ ഒന്ന് കുളിച്ച് കണ്ടാ മതിയായിരുന്നു. ഈ റൂമിലുള്ള 4 ലൂക്കലുകൾ വിചാരിച്ചാലൊന്നും ഈ പ്രോഗ്രാം സൂപ്പി തോൽക്കൂല. പ്രവാസികൾക്കിടയിൽ ആയിരക്കണക്കിന് മന്ദബുദ്ധികൾ പല റൂമിലും ഉണ്ട്. ഈ ടിക്കറ്റ് ഞാൻ അവിടെ ചെന്ന് പിടിപ്പിച്ചോളാം. വല്ല നല്ല കാര്യം ചെയ്യാൻ നോക്കടാ. നീ മിണ്ടരുത്. ഈ റൂമിലേക്ക് താമസം മാറ്റിയ ശേഷമല്ലതാ നീയൊക്കെ വലിയ നല്ലവനായത്. അതെ, പണ്ട് ഞാൻ മഹാപോക്കായിരുന്നു. അതുകൊണ്ടായിരുന്നടാ നീയൊക്കെ കൊണ്ടുവന്നിരുന്ന ടിക്കറ്റ് ഞാൻ എടുത്തിരുന്നത്. ഈ റൂമിൽ വന്നതിന് ശേഷമാ ഞാനൊരു മര്യാദക്കാരനായത്. അത് നിന്നെ കണ്ടിട്ടല്ല, ഈ റൂമിലെ വേറെ ചിലരെ കണ്ട് പഠിച്ചിട്ടാ. ഒരു മര്യാദക്കാരൻ. ഇങ്ങോട്ട് മാറണം. ഇങ്ങോട്ട് താടം. ടിക്കറ്റ് എടുക്കാത്തവനെ അങ്ങനെ പോസ്റ്റ് നോക്കി സൂഹിക്കണ്ട. അലവരാതികള്.
ഇങ്ങേരെ കൊണ്ടൊന്ന് പിടിപ്പിക്കാം. എന്താ ഒരു വിഷമം? എല്ലാ ഫീലിങ്സും നമുക്ക് മാറ്റാം, എൻജോയ് ചെയ്യാം. ഈ ടിക്കറ്റ് നിനക്ക്. എന്താ അത്? ഗാനമേളയും മിമിക്സ് പരേഡും. എന്നാ? അടുത്ത വെള്ളിയാഴ്ച. എവിടെ വെച്ചിട്ടാ? ദോഹ സ്റ്റേഡിയത്തില്. ആരൊക്കെ വരുന്നേ? മിമിക്രിക്കാരും സിനിമാക്കാരും. ഗാനമേള ഉണ്ടാ? ഇണ്ടേ. ആ നന്നായി. അപ്പൊ ഈ ഫീലിങ്സ് ഒക്കെ മാറുക? മാറുന്നേ. എൻജോയ് ചെയ്യാലോ? ഓ എൻജോയ് ചെയ്യാം. എന്നാ ഒരു കാര്യം ചെയ്യ്, 2 ടിക്കറ്റ് ഇങ്ങെടുത്താ. ഇവിടെ വെച്ചോളൂ. ഇപ്പൊ തന്നെ ഇക്ലിപ്പെടുത്തല്ലേ. ആ അപ്പൊ പൊക്കോളൂ. ഞാൻ കൃത്യസമയത്ത് തന്നെ അവിടെ എത്തിക്കോളാം. അല്ല, ടിക്കറ്റിന്റെ കാശ്. അപ്പോഴേ ഞാൻ പറഞ്ഞത് കേട്ടില്ലെന്നുണ്ടോ? ടിക്കറ്റിന്റെ കാശ്. കാശോ? എന്ത് കാശ്? ടിക്കറ്റിന്റെ. അത് കാശിനാ? പിന്നെ ഫീലിങ്സ് മാറ്റാനല്ലേ? ഇയാൾ എന്നെ കൊണ്ട് വാങ്ങിക്കും. കാശിനാ. താൻ പനിയൻ പൊക്കിയേ. തന്റെ അല്ല, തന്റെ അല്ലടോ, എന്റെ പനിയൻ. ആ ടിക്കറ്റ് അവിടെ ഉണ്ടാ? ആ ടിക്കറ്റ് അങ്ങെടുത്തേ. ആ ഇനി പൊക്കോളൂ. അല്ല പൊക്കോളൂ, പൊക്കോളൂന്ന്. അവിടെ ഒന്ന് പടക്ക, ഒന്ന് പടക്ക. എന്താ? അതെ, നേരത്തെ പറഞ്ഞ VIP പാസ് ഉണ്ടല്ലോ, അതൊന്നും എനിക്ക് വേണം. VIP പാസാ? നീയൊക്കെ എന്ത് VIP ആടാ? ഈ കാശ് കൊടുത്താൽ കിട്ടുന്ന VIP പാസ് അല്ലേ, അത് മതി. മുമ്പിൽ ഇരുന്നാ മതി. പാസൊക്കെ തരാം, പക്ഷേ 500 റിയാൽ വരും. 500 റിയാലോ? അത് ഓവറാ. ഒരു 400 റിയാൽ തരാം. 400 റിയാലോ? 500 റിയാലിവിടെ ആള് ക്യൂവാ. VIP-കളുടെ കൂടെ ഫ്രണ്ടിലിരിക്ക. സിനിമാ താരങ്ങളൊക്കെ ഇങ്ങനെ തൊട്ടില്ല എന്ന ലെവലിലിരിക്ക. പിന്നെ കോട്ടിടണം, എന്റെ മാനം കളയരുത്. 500 റിയാൽ കുറച്ച് ഓവറാ. എന്നാലും എനിക്കൊരു പാസ് വേണം. പക്ഷെ ആരോട് പറയരുത്. ഏയ്, പിന്നെ നീ വൈകുന്നേരം കാശ് റെഡിയാക്കി വെച്ചോ, ഞാൻ പാസുമായിട്ട് വരാം. ചെല്ല് ചെല്ല് ചെല്ല്. എന്തിനാ 5-6 എണ്ണം? യവനെ പോലത്തെ ഒന്ന് പോരെ. അല്ല പിന്നെ സിദ്ദിഖയുടെ കോമഡി സീൻ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ സിദ്ദിഖ ഇല്ലല്ലോ. ഞാനുള്ള കോമഡി സീൻ കാണിക്കാന്നല്ലോ പറഞ്ഞത്. എനിക്ക് ഇഷ്ടപ്പെട്ട കോമഡി സീൻ കാണിക്കാന്നല്ലോ പറഞ്ഞത്. ഇതിലെന്താ ഒരു കുറവ്? എന്നെക്കാൾ നന്നായിട്ട് കോമഡി ചെയ്യാൻ കഴിയുന്ന ആളുകളാണ് ഇപ്പൊ ഇതിൽ അഭിനയിച്ചത്. അതെ അതെ. പിന്നെ ഒരു കോമഡി എന്ന് പറയുന്നത് ഒരാൾ മാത്രം ചെയ്ത് വലിപ്പിക്കാൻ കഴിയുന്ന സാധനമല്ലല്ലോ. ഒരു ഗ്രൂപ്പായിട്ട് ഒരു ഗ്രൂപ്പ് വർക്ക്. എൻ്റെ കൂടെ അഭിനയിക്കുന്ന ഉദാഹരണത്തിന് രാഘവൻ പുറക്കാട്, അബ്ബാസ് അലി പത്തപ്പിരിയാൻ തുടങ്ങിയിട്ടുള്ള കോമഡി ആക്ടേഴ്സൊക്കെ ഒരു വേള എന്നെക്കാൾ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. രാഘവൻ പുറക്കാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിവിധ ഭാവങ്ങൾ ഒരേ സമയം പെട്ടെന്ന് ചേഞ്ച് ചെയ്തിട്ട്, മുഖഭാവങ്ങൾ ചേഞ്ച് ചെയ്തിട്ട് ഫലിപ്പിക്കാൻ കഴിയുന്ന നല്ലൊരു ആക്ടറാണ് രാഘവൻ പുറക്കാട്. അതുപോലെ അബ്ബാസ് അലി പത്തപ്പിരിയം തന്മയത്വത്തോടു കൂടി ചെയ്യും അദ്ദേഹത്തിന് കിട്ടിയ ക്യാരക്ടേഴ്സ്. അപ്പോൾ ഇവരൊക്കെ കൂടെ അഭിനയിക്കുമ്പോഴാണ് എനിക്ക് ഒരു നിലയും വിലയും ഉള്ളത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇവരുടെ കോമഡി സീനുകൾ ഞാൻ നേരിട്ട് കാണുന്നത്. ഞാൻ എൻ്റെ കോമഡി സീനുകളെക്കാളും കൂടുതലായിട്ട് ഇവരുടെ കോമഡി ആസ്വദിക്കുന്ന ഒരാളാണ്. ഏതായാലും അതൊരു വലിയൊരു മനസ്സാണ്. ആ വലിയ മനസ്സിന് 1000 നന്ദി. താങ്ക്സ്. അപ്പോൾ ഇത്രയും കഥാപാത്രങ്ങളെ അവിസ്മരണീയമാം വിധം വളരെ തന്മയത്വത്തോടു കൂടി അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചു. ജനങ്ങളത് ഇരുകൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. ഇനി ഏത് തരത്തിലുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കണം എന്നാണ് സിദ്ദിഖയുടെ ആഗ്രഹം? അങ്ങനെ പ്രത്യേക തരത്തിലുള്ളൊരു കഥാപാത്രത്തെ അഭിനയിക്കണം എന്നൊന്നും മനസ്സിലില്ല. കിട്ടുന്ന കഥാപാത്രത്തെ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രത്യേക രീതിയിൽ അവതരിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ളത്. ഏത് കഥാപാത്രവും അതിൻ്റെ ഒരു വെറൈറ്റി. വളരെ മനോഹരമായ ഒരു കോമഡി സീനാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഇമ്മാതിരി ഇടപാട് നമ്മൾ തമ്മിൽ ശരിയാവില്ല. കച്ചവടമാകുമ്പോൾ കുറച്ചൊക്കെ ഒരു വിട്ടുവീഴ്ച എങ്ങോട്ടോ അങ്ങോട്ടൊക്കെ വേണ്ടി വരും. അല്ലാതെ
അവനാ പിടിച്ച കൊമ്പിന് 3 മുയലെന്ന് പറഞ്ഞിരിക്കണ ആ സ്വഭാവം ഉണ്ടല്ലോ, അത് ശരിയാവില്ല. ആ ഇടപാട് ശരിയല്ല. ആ നോക്കട്ടടോ. ആ എന്റെ വാക്ക് വിശ്വസിച്ചിട്ടാണല്ലോ ഈ ബിസിനസ് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടത്. അപ്പൊ അതിനുള്ളൊരു ഉത്തരവാദിത്വം ഊഷ്മളതയൊക്കെ എനിക്കും ഉണ്ടാവും. ഇങ്ങോട്ട് വരണ്ട. നിങ്ങളോടല്ല കേറിപ്പോയി. എങ്ങനെ വരണ്ടെന്നല്ല പറഞ്ഞത്. ആ പിന്നെ പൂളപ്പൊരിന്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ അത്ര മോശം ബിസിനസ്സാണ് നിങ്ങളെ വിചാരം? ഞങ്ങൾക്ക് അങ്ങനത്തെ അഭിപ്രായമൊന്നുമില്ല. ഏയ് നിങ്ങളങ്ങോട്ട് കേറിക്കോളി. ജാസ്മിന അന്റെ പൂളപ്പൊരി ഇതാ വന്നെ, കൂട്ടിക്കൊണ്ടേക്കോ. ആ എന്താ പറഞ്ഞ കേട്ട്? 1 കിലോ പൂള നൈസാക്കി കഴിഞ്ഞാല് എത്ര പാക്കറ്റ് ഉണ്ടാവുന്ന എന്റെ വിചാരം? ഇടപെടൊക്കെ വേഗം നടക്കും ചെയ്യും, കായ് വെള്ളത്തിലാവുകയില്ല. ഇങ്ങനത്തെ ഒരു ബിസിനസ് ഞാൻ ആദ്യമായിട്ടാണെങ്കിലും വേറെ പല ബിസിനസ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കണുണ്ട്. ആ അതാ പറഞ്ഞത്. അന്തരണീയമായ പല കാര്യത്തിലും കാർമണ്യം സ്വാംശീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ക്രിയാവൽക്കരിതമായി എനിക്ക് പറയാൻ പറ്റും ഈ ബിസിനസ്സിൽ നമ്മൾ വിജയിക്കുന്നു. നിങ്ങളെ കായ്ക്കുള്ള ഗ്യാരണ്ടി ഞാൻ തരുന്നു. കിണറൈനി ആരും കണ്ടില്ല. സിദ്ദിഖ് ഒരു സ്കൂൾ അധ്യാപകനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ക്യാമറയ്ക്ക് മുമ്പിൽ വളരെ തന്മയത്വപൂർവ്വം ഈ കഥാപാത്രങ്ങളെ, ഹാസ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. പിറ്റേ ദിവസം തിരിച്ച് സ്കൂളിൽ ചെന്ന് ഒരു മാതൃകാ അധ്യാപകനായി കുട്ടികൾക്ക് മുന്നിൽ പെരുമാറുന്നു. എങ്ങനെ ഇത് രണ്ടും കൂടി സാധിക്കുന്നത്? ക്ലാസ്സിലെത്തിയാൽ ഞാൻ അധ്യാപകൻ, മറ്റുള്ളവർ വിദ്യാർത്ഥികൾ. ക്ലാസ്സിന് പുറത്തേക്ക് ഒരു തരം ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്. അതെ. അപ്പോൾ ക്ലാസ്സിന് പുറത്ത് കുട്ടികൾ കാണുമ്പോൾ എൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ പേരുകളൊക്കെ വിളിക്കും. അത് സ്വാഭാവികമായിട്ട് നമ്മൾ അവഗണിക്കുക എന്നല്ലാതെ വേറെ രക്ഷ അവിടെ ഇല്ല. കാരണം പിന്നെ നമ്മുടെ മനസ്സിലൊരു സന്തോഷമാണ്. കാരണം കുട്ടികളുടെ മനസ്സിൽ ആ കഥാപാത്രം സ്വാധീനം ചെലുത്തിയതിലുള്ളൊരു സന്തോഷം ഉണ്ടാവും. പക്ഷെ ക്ലാസ്സിനുള്ളിൽ ഇതൊന്നും ബാധിക്കാറില്ല, പഠനത്തിലും അധ്യാപനത്തിലൊന്നും. വീട്ടിൽ എങ്ങനെയാണ്? വീട്ടിൽ ഒരു കൊമേഡിയൻ അല്ല. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു സ്വഭാവം നടന്നു. അതെ അതെ. കാക്കേ ഒരു 1000 ചില്ലറ തരുമോ? 100 ഉറുപ്പ്യൻ്റെ കാര്യമില്ല, എന്നിട്ടല്ല 1000 ചില്ലറ. അത് ശരി, ഈ അടുത്ത കൊല്ലം വാ. ആയിക്കോട്ടെ. കാക്കേ ഒരു 1000 ചില്ലറ ഉണ്ടാവോ? 1000-നോ? ഈ നാട്ടിൽ 1000 ചില്ലറ ഉള്ള ഒരാള് ഞാൻ മാത്രമേ ഉള്ളൂ. ഏതായാലും നിങ്ങളെ കണ്ട് നന്നായി. 1 2 3 തന്ന വളരെ ഉപകാരമായി. കുറെ നേരം ഞാൻ എണ്ണിയാട്ടെ. എണ്ണിയാക്ക്. 1000 ഉണ്ടല്ലോ അല്ലേ? അപ്പൊ എന്നാ ഓക്കെ, വലിയ ഉപകാരമായി. ഇതിനും വലിയ കിട്ടില്ലേ, കുറെ ദൂരം പോകാം. എന്നാ ശരി. പോലെ 1000-ന്റെ ഒറ്റ നോട്ട് ഇങ്ങോട്ട് കൊണ്ടാ. അത് തന്നില്ലേ? ഏടാ തരുന്നേ? 1000 റുപ്യ. ഏത് 1000 റുപ്യ? ആ പൈസ കൊണ്ട് അപ്പൊ ചില്ലറാക്കിയതിന്റെ പൈസ തന്നില്ല. എന്തപ്പ നിങ്ങൾ ഈ പറയണേ? 1000 റുപ്യ എനിക്ക് ഞാൻ തന്നില്ലേ? ബസ് വരണ്ട്, ഞാൻ പോവാ. പിടിക്കാൻ എങ്ങോട്ടാ പോണേ? എനിക്ക് പോണേ. പോയി കാക്ക, അങ്ങോട്ട് വാ. ആ ബസ് കിട്ടില്ലേ പരിപാടി കൊളാവും. എന്താ നിങ്ങൾ കളിക്കണേ? സുയിപ്പാക്കല്ലേ? ഞാനിപ്പോ എണ്ണി തന്ന പൈസ എനിക്ക് ഇങ്ങോട്ട് കിട്ടിട്ട് ഞാൻ പോയി. ബസ്സിന് പോണേ. കോഴിക്കോട് പൈസ അങ്ങോട്ട് എടുത്താ. നിങ്ങൾ രണ്ടും കൽപ്പിച്ച് ബുദ്ധിമുട്ടാക്കാനായിട്ട് ഇറങ്ങിയതാ. എന്തൊരു കഷ്ടാത്. എനിക്ക് പോണേ, ഞാൻ പോട്ടെ. എന്താ പ്രശ്നം? ഈ ചങ്ങായി ഇപ്പൊ പോണ സമയത്ത് 1000 റുപ്യ ചില്ലറാക്കി. ഇങ്ങോട്ട് 1000 റുപ്യ തരാതെ ഓൻ ഇപ്പൊ പോവാണല്ലോ. അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല. ഞാൻ കുറെ ദൂരത്തുനിന്ന് വരെ എനിക്ക് കോഴിക്കോട് ഇന്റർവ്യൂവിന് പോകണല്ല. ഞാൻ ഇവിടെ ബസ് കത്തിക്കുന്നു. എന്റെ കയ്യിൽ നിന്ന് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ 1000 റുപ്യക്ക് ചില്ലറ കൊടുത്തോ?
1000 റുപ്യക്ക് ചില്ലറ ഞാൻ പെണ്ണി കൊടുത്ത് വിടുന്നു. നിങ്ങൾ 1000 റുപ്യക്ക് ചില്ലറ മേടിച്ച് തിരിച്ചു കൊടുത്തോ? അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ലാന്ന്. ഞാൻ ഇവിടെ ബസ് തപ്പി നോക്കിയാ 1000 റുപ്യ എണ്ണി കൊടുത്തു. ഞാൻ അത് നോക്കാഞ്ഞിട്ട് അതാ നോക്കി മൊത്തം നോക്കി നിങ്ങള് ഒന്നുമില്ലല്ലോ. അത് ഞാൻ പറഞ്ഞത് തീരെ സമയമില്ല, എനിക്ക് പോളാം, ഞാൻ പോട്ടെ. ചില്ലറ കാലല്ല ഞാൻ ഇവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഞാൻ ഒരുത്തനെയും പറ്റിച്ചില്ല. ഓനിപ്പോ എന്റെ കയ്യിൽ നിന്ന് 1000 റുപ്യ ചില്ലറ വാങ്ങിട്ട് ഓനിപ്പോ ഇവിടെ വാടാ നീ പോകരുതിട്ടാ. ഇതിന് തീരുമാനം നീ പോകരുതിട്ടാ. 1000 റുപ്യ തരാതെ 1000 റുപ്യ തരാതെ ഓൻ പോവുകയാണല്ലോ. ഇല്ല, അവൻ പോവില്ല. ഇക്ക കാര്യം പറയും. എനിക്ക് കോഴിക്കോട് പോകാം. നാട് മനസ്സിലായിട്ടില്ല എനിക്ക്, ഈ നാട് മനസ്സിലായിട്ടില്ല എനിക്ക്. പോയി അധ്വാനിച്ച് ജീവിക്കാൻ നോക്കടാ. ഇയാളെ ഞാൻ പറയാ ഇയ്യേ തണ്ടും തടിയുള്ളവനാ. പോയി അധ്വാനിച്ച് ജീവിക്കടാ, അധ്വാനിച്ച് ജീവിക്ക്. ഇയാൾ ഈ നാട്ടിലെ പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. പൈസ കൊടുക്ക്. എവിടേക്കാച്ച് പോണ്? എനിക്ക് ഇവിടെ നിന്ന് തിരിയാനുള്ള എനിക്ക് ഒരുപാട് സ്ഥലം പോകാനുള്ള. കോഴിക്കോട് ഇന്റർവ്യൂ എടുത്താ കണ്ടോ? അങ്ങനെ പോവില്ല. ഞാൻ പറഞ്ഞ കേക്ക്, ഞാൻ കോഴിക്കോട് ഇന്റർവ്യൂവിന് പോകാൻ ബസ് കത്തിക്കാന്ന്. അതിന്റെ ഇടയ്ക്ക് ഇയാൾ എന്റെ ബാഗ് വന്ന് പിടിച്ചു വലിക്കണത്. എന്താ കഥ? ഇയാളുടെ ബസ് കത്തിക്കണം കേക്കണട്ടോ. ഇയാളുടെ ബസ് എത്തിക്കണം. ഇയാള് 1000 രൂപയുടെ ചേഞ്ച് പോയി. ചേഞ്ച് ഇയാൾ കൊടുത്തു. ഇയാള് പറയുന്നത് 1000 രൂപ തിരിച്ചു കൊടുത്തിട്ടില്ല. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടാണ് ഇയാൾ 1000 രൂപ തിരിച്ചു കൊടുത്തത്. ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി. പൈസ വാങ്ങി പറ്റിച്ചിട്ടേ അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ നിങ്ങൾ ഉദ്ദേശിച്ചത് ഞാൻ പോവാ. എനിക്ക് എന്താണ് കണ്ണുകൊണ്ട് കണ്ടാണ് ഇയാൾ 1000 രൂപ തിരിച്ചു കൊടുത്തത്. നിങ്ങളോടല്ലേ ഞാൻ പറഞ്ഞു ചൂടാവില്ലേ? കാരണം ഇയാൾ പുറത്തുനിന്ന് ഒരാളാണ്. അതായത് ഞാൻ ആ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന സമയത്ത് ഇയാള് വന്നിട്ട് ഒരു 1000 രൂപയുടെ ചില്ലറ ചോദിച്ചു. ശരിയല്ലേ? എന്നിട്ട് നിങ്ങൾ 1000 രൂപയ്ക്ക് ചില്ലറ കൊടുത്തോ? അങ്ങനെ 1000 രൂപയ്ക്ക് ചില്ലറ കൊടുത്തോ? ഇയാൾ 1000 രൂപ തിരിച്ചു തന്നോ? ഞാൻ എന്റെ കണ്ണുകൊണ്ട് എന്തായി? ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് വിശ്വാസമില്ലല്ലോ. നിങ്ങളെ പിന്നെ 1000 രൂപ ചില്ലറ കൊടുത്തു. കൊടുത്തേണ്. ഓൻ 1000 രൂപ നിങ്ങൾക്ക് തന്നില്ല. അതെ, ഇവിടെ കണ്ടവരുണ്ട് പറയണേ. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയണില്ലേ? ഇന്റർവ്യൂവിന് പോവാൻ ഇറങ്ങിയ ഒരു ചെറുപ്പക്കാരൻ നിങ്ങളെ റോഡിൽ തടഞ്ഞു വെച്ചത്. ഇതിന് കണക്ക് നിങ്ങൾ പറയേണ്ടി വരും. ഈ നാട്ടിലെ ചെറുപ്പക്കാരെ കയ്യിന്റെ ചൂട് അറിഞ്ഞിട്ട് പറഞ്ഞുതരാം. എന്താ പ്രശ്നം? ഞാൻ പറയാം. അതെ, പിന്നെ ഇവൻ ഏതാ ചെക്കെന്ന് എനിക്കറിയില്ല. ചെറിയോനാക്ക് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോ ഈ ചെക്കൻ 1000 രൂപയ്ക്ക് ചില്ലറ ചോദിച്ചു.
ഇങ്ങോട്ട് പാടാ പറയട്ടെ, ചെറിയോനാക്ക ഇവൻ 1000 റുപ്യ കൊടുത്തെന്ന് പറയുന്നു. ഇവൻ ചെറിയോനാക്കാക്ക് 1000 റുപ്യ കൊടുത്തെന്നും കൊടുത്തില്ലാന്നും ചെറിയോനാക്ക കിട്ടിയില്ലാന്നും പറയട്ടെ പറയട്ടെ പറയട്ടെ. അപ്പോ ഇയാള് കൊടുത്തൊന്നും ചെറിയോനാക്ക കിട്ടിയില്ലാന്നും പറയുന്നു. ഇവനുണ്ട് കൂട്ടത്തില്. ചെറിയോനാക്ക കിട്ടിയെന്ന് ചെറിയോനാക്ക നീ ആരാ? ഈ നാട്ടിൽ മുമ്പൊന്നും കണ്ടിട്ടില്ലല്ലോ. അത് ഞാൻ അവിടെ ഇവിടെ ബസ്സിൽ ഇന്റർവ്യൂവിന്റെ കാര്യം നീ 1000 രൂപ ഇയാൾക്ക് കൊടുത്തോ? കൊടുത്തേ 1000 രൂപ കൊടുത്ത് ഞാൻ സാക്ഷിയാണ്. പറയട്ടെ. അങ്ങോട്ട് ചെല്ല്. അന്നെ വിളിച്ചാ കേട്ടില്ല. നിന്നെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഈ ഏത് നാട്ടുകാരനെ? കൊണ്ടോട്ടി അല്ല വണ്ടൂരും അല്ല വണ്ടൂര്. ബാപ്പു ശരിക്കും ചോദിച്ചു. സംഗതി വേറെയാ. 1000 രൂപ കൊടുക്കടാ. വിചാരിക്കണ പോലെയല്ല, ഇതൊരു ചാനലിന്റെ കോമഡി പരിപാടി. ഞങ്ങൾ നേരത്തെ പറയേണ്ട പ്രോഗ്രാമാ. വണ്ടിയിലെ ക്യാമറ അത് തരണ്ടല്ലോ. TV പരിപാടി ഇനി ഇങ്ങോട്ട് ഇതുവരെ മുണ്ടാതൊക്കെ എനിക്ക് കള്ളന്മാര്. പരികുട്ടി എങ്ങോട്ട് വാ. ഞാനൊക്കെ ഇനി TV-യിൽ ഉണ്ടാവുമല്ലോ. സന്തോഷായില്ലേ? ഇത് ചാനലിന്റെ ഒരു പരിപാടിയാണ്. എല്ലാവർക്കും സന്തോഷായില്ലേ? ഈ പരിപാടിയുടെ ഭംഗിയായിട്ട് അവസാനിച്ചു കഴിഞ്ഞു. ഈ പരിപാടിയിൽ പങ്കെടുത്തേക്കാക്ക് കൈ നിറയെ അടിപൊളി സമ്മാനങ്ങളുണ്ട്. നൽകുന്ന 32 ക്യാബേജ് നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മാനം. സിദ്ദിഖ മുഖ്യവേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്ന ഒട്ടുമിക്ക ഹോം സിനിമകളും സംവിധാനം ചെയ്തിരിക്കുന്നത് സിദ്ദിഖയുടെ തന്നെ ജ്യേഷ്ഠ സഹോദരനായ സലാം കൊടിയത്തൂരാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ജ്യേഷ്ഠൻ അനിയൻ ബന്ധം ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ എങ്ങനെയെങ്കിലും ബാധിച്ചിട്ടുണ്ടോ? അതല്ലെങ്കിൽ എന്തെങ്കിലും പരിഗണന ജ്യേഷ്ഠൻ്റെ ഭാഗത്തു നിന്നും പ്രത്യേക പരിഗണനകൾ കിട്ടിയിട്ടുണ്ടോ? എങ്ങനെയാണ്? ലൊക്കേഷനിൽ അല്ലെങ്കിൽ ക്യാമറക്ക് മുമ്പിൽ അവിടെ പിന്നെ ജ്യേഷ്ഠനും അനിയനും എന്നുള്ള ബന്ധമല്ല. ഇല്ല, അവിടെ ഡയറക്ടറും ഞാനൊരു ആക്ടറും. നേരത്തെ സ്കൂളിന്റെ കാര്യം പറഞ്ഞ പോലെ സ്കൂൾ ക്ലാസ് റൂമിൽ ഞാൻ അധ്യാപകൻ, മറ്റുള്ള വിദ്യാർത്ഥികൾ. ഇതുപോലെ ഇവിടെ ഡയറക്ടർ, അധ്യാപകൻ, ഞാനൊരു വിദ്യാർത്ഥി. അല്ലാതെ നമ്മുടെ ബ്ലഡ് റിലേഷനോ അല്ലെങ്കിൽ ഫാമിലി റിലേഷനോ ഒന്നും ഇതിനെ ബാധിക്കാറില്ല. നമുക്ക് കാണാം എ സൂപ്പർ കോമഡി സീൻ ഫ്രം പെണ്ണൊരുമ്പെട്ടാൽ. ഇറങ്ങിക്കോ. എത്രയായത്? 20 രൂപ. വെറുതെ കളിയാതൊക്കെ. ഇവിടല്ലേ? എവിടെ കടത്തിക്കണത്? എന്തേ ഉമ്മാനെ? എന്തിനെ? നിങ്ങളെന്താ സിനിമ കാണാൻ വന്നിക്ക? ഉമ്മ മയ്യത്തായി കിടക്കുമ്പോ ഇമാതിരി കണ്ണി ചോരല്ലാത്ത വർത്താനം പറയരുത്. ഓളത ചങ്ങയ്യെ അപ്പുറത്ത് കൂടെ നെടുങ്ങനെ നടക്കണേ. ഈ സമയോൽപിതമായ അവസ്ഥയില് മൂക്കിൽ പഞ്ഞും വെച്ച് എവിടെങ്കിലും അടങ്ങി കിടക്കേണ്ട സമയത്ത് ഈ ഉമ്മ പുറത്തിറങ്ങി നടക്കുക? ഇതെന്താ ഇടപാടാ? നിങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുത്തൂടെന്ന്? അല്ല, സത്യത്തിൽ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടായതാണോ? പുറത്തൊന്നും കാണാനില്ല. ഓ, നിങ്ങളും പറഞ്ഞോ? അത് ശരി. അപ്പൊ ബാക്കി ഉണ്ടല്ലേ? വിഷമിക്കണ്ട. വിഷമുണ്ട് ബാക്കി ആയാല്. പറയണതുകൊണ്ടൊന്നും തോന്നരുത്. ഇക്കാര്യത്തിന് വന്നാല് 2-3 ദിവസത്തെ മനക്കട. അങ്ങനെ എത്ര വരവായി. ഇറ്റ് ഈസ് വെരി ജീനിയസ്. വളരെ മോശം. നിങ്ങൾ മയ്യത്തായിരുന്നെങ്കിലേ ഒരൊറ്റ ദിവസത്തെ മനക്കട് മതിയായിരുന്നു. പിന്നൊരു കാര്യം, അറിയാത്ത പണിക്ക് നടക്കരുത്. മറ്റുള്ളവരുടെ മുമ്പിൽ വെറുതെ നിർവാങ്കിതയാവരുത്. മരിക്കാൻ അറിയില്ലെങ്കിൽ അതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാ. എല്ലാരും കൂടി തടഞ്ഞു വെച്ചത് കൊണ്ടാണല്ലോ ഇന്നത്തെ കിണറ്റിൽ ചാടൽ പരിപാടി മുടങ്ങിയത്. അടുത്ത പ്രാവശ്യം അതുണ്ടായത്. ഒരൊറ്റ കൊടച്ചിലും ഒരൊറ്റ ചാട്ടവും. പിന്നെ തിരിഞ്ഞു നോക്കണ്ട. പിന്നെ തൂങ്ങിച്ചാവാനാണെങ്കിൽ പണി തീരുന്നത് വരെ ഒരു മനുഷ്യനോട് മുണ്ടിപ്പോരുത്. വിഷം കുടിക്കാനാണെങ്കിൽ അതിൽ കുറച്ച് പാലും കുറച്ച് പഞ്ചാരയും കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും വാണെങ്കിൽ കുറച്ച് ബൂസ്റ്റും കൂടി കലക്കിക്കോളി. ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ അലർജി എന്നാണല്ലോ. താല്പര്യം ഉണ്ടെങ്കിൽ വേറെയും പല പണി ഞാൻ പഠിപ്പിച്ചു തരാം. പക്ഷെ ചെയ്യാണ്ടിരിക്കരുത്. എന്റെ കുരുത്തകേട് പറ്റും. പോണ
ആഹാ. ഏ. എന്തൊക്കെയാ എളാപ്പ പറയണത്? എനിക്കൊന്നും മനസ്സിലായില്ല. പറഞ്ഞത് എളാപ്പായതുകൊണ്ട് കൂനിട്ട് തന്നെ. എളാപ്പാ, നിങ്ങൾക്കറിയോ എന്റെ മനസ്സിൽ വിങ്ങണ കാൽപ്പനിക ഗതിഗതം? ഇവിടുത്തെ ഉപ്പാന്റെ മരണശേഷം നമ്മളെ കുടുംബത്തില് പിറുപിറന്നുള്ള ജനലല്ലാതെ മരണം വല്ലതും നടന്നിട്ടുണ്ടോ? എത്ര നാളായി ഒരു മരണം കൂടിയിട്ട്. ഇന്നെങ്കിലും അത് സാധിക്കും ഞാൻ കരുതി. ആ പോട്ടെ, പ്രതീക്ഷക്ക് വക നൽകി വേറെയുണ്ടല്ലോ ഇവിടെ പല ആളുകളും. ആദ്യം നമ്മളെന്നെ ആവും എളാപ്പ. ആ എളാപ്പ നിങ്ങൾ ചൂടാവില്ലേ, അതൊക്കെ ശരിയാവൂ. പിന്നെ ആലിക്കുട്ടിയാ മോനെ, എളാപ്പ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചാൻസ് ഞമ്മക്ക. അപ്പോൾ ജ്യേഷ്ഠ സഹോദരനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം ക്യാമറയിൽ അദ്ദേഹം ഡയറക്ടറും ഈ സഹോദരൻ വെറും ആക്ടറും മാത്രമാണെന്ന്. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്, അറിയാനുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ സമയം വളരെ പരിമിതമാണ്. ഇനി പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് ഒരുപാട് നന്ദിയും കടപ്പാടുമുണ്ട്. കാരണം എന്നെ ഞാനാക്കിയത് നിങ്ങളാണ്. നിങ്ങളുടെ സഹകരണവും സഹായവും അഭിപ്രായങ്ങളും എല്ലാം എനിക്ക് ഒരുപാട് സഹായകരമായിട്ടുണ്ട്. തുടർന്നും നിങ്ങളുടെ അഭിപ്രായങ്ങളും സഹകരണവും പ്രാർത്ഥനയും എനിക്കുണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഇത്രയും സമയം നിങ്ങളോട് ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ തൽക്കാലം നമുക്ക് വിട പറയാം. വീണ്ടും എവിടെയെങ്കിലും വെച്ച് കാണാം. ഓക്കെ സിദ്ദിഖ, വളരെ സന്തോഷമുണ്ട്. ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങളിലൂടെ ഇനിയും ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇനി നമ്മുടെ സിദ്ദിഖ് കൊടിയത്തൂരിൻ്റെ വളരെ മനോഹരമായ ഒരു ഹാസ്യരംഗം നമുക്ക് ആസ്വദിക്കാം. ഈ രാവിലെ വന്നിക്കണെന്ന് ഞാൻ അറിഞ്ഞിരിക്കണ്. രാവിലെ വന്നിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാനും കൂടി നിന്നിട്ടില്ല. സാധനം എടുത്ത് ഇങ്ങോട്ട് വന്നതാ. അങ്ങോട്ട് കേറി നിങ്ങൾ ഇവിടെ ഇരിക്കി. എന്തൊരു ചൂടാ ഇവിടെ. എങ്ങനെ AC ഇല്ലാതെ നിങ്ങൾ ഇവിടെ കഴിഞ്ഞുകൂടി പോണത്? ഈ ഗൾഫിൽ നിന്ന് വന്നത് ഇവിടെ നാട്ടുകാരൊക്കെ അറിഞ്ഞിരിക്കണ്. ഈ ഇവിടെ കുത്തിരിഞ്ഞ് വിഷയം പറഞ്ഞത് എനിക്ക് മോശമല്ലേ? നാട്ടുകാരൊക്കെ കൂടി ഇവിടെ കൂടാൻ ഇവിടെ സംസ്ഥാന സമ്മേളനം ഒന്നും ഇല്ലല്ലോ. നിങ്ങൾ ഇങ്ങോട്ട് വരി. ഇവിടെ ഇരിക്കി, ഇവിടുന്ന് സംസാരിക്കാം. ഇരിക്കി, ഇവിടെ ഇരിക്കി. ഇനിയിപ്പോ അവിടെ കയറി ഞങ്ങൾ ചായ ഉണ്ടാക്കും. എനിക്കാണെങ്കിൽ ചായ എന്ന് പറഞ്ഞ സാധനത്തിന് പറ്റി ആലോചിച്ചുകൂടാ. നിങ്ങളൊരു കാര്യം ചെയ്യും, താത്തനെ വിളിക്കി, റൌഫിന്റെ പെണ്ണുങ്ങളുടെ ഓളയും വിളിക്കി. നിങ്ങൾ അവിടെ ഇരിക്കും, വർത്താനം തുടങ്ങാം. സൈന, ഒന്നിങ്ങോട്ട് വാ. ആബിദാനെയും കൂട്ടിക്കോ. എന്തിനു പറയണ് കാക്ക? റൌഫ് അവിടെ വന്നോടുകൂടി എനിക്കും പണിയായി, ഓൻക്കും പണിയായി. എന്നെ കണ്ടതുകൊണ്ട് ഓൻ രക്ഷപ്പെട്ടെന്ന് കൂട്ടിക്കോളി. റൌഫിന് എന്റെ അടുത്ത് എത്തിച്ചവനോടുള്ള നന്ദി തീർത്താ തീരൂല. അതേതായാലും ഞാൻ തിരിച്ചു ചെന്നിട്ട് തീർക്കുന്നുണ്ട്. ആ എന്താ അതിനകത്ത് അറിയോ? ഇന്ന് വരുമെന്ന് പറഞ്ഞു കേട്ടീനു. ആ വന്നിട്ട് പൊരയിലുള്ള ആൾക്കാരെന്നെ കാണാൻ സമയം കിട്ടിയിട്ടില്ല. അതിന് മുമ്പ് സാധനമൊക്കെ എടുത്ത് ഞാൻ അങ്ങോട്ട് വന്നതാ. ഇങ്ങോട്ട് ഇരിക്കി. ഇവിടെ വന്നിരുന്നോ? കുട്ടിയൊക്കെ നല്ലോണം വലുതായിണല്ലോ അല്ലേ? റൌഫിനെ മുറിച്ച് വെച്ച മാതിരി ഉണ്ട്. ആ അതൊക്കെ പോട്ടെ. റൌഫിന്റെ കഥ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഇപ്പൊ അത് ഏതായാലും വിശദീകരിച്ച് പറയാനുള്ള സമയമല്ല. സൗകര്യം പോലെ ഒരിക്കലും വന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. സംഗതി എന്തായാലും ഓൻ ഗൾഫിൽ വന്നല്ലാതെ ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് കുറെ കഴിഞ്ഞിട്ടാ. ഓൻക്കിപ്പോ ഒരു പണി കിട്ടിയത് അൽഹംദുലില്ലാ നല്ല ജോലിയാ. സ്വന്തമായിട്ട് കാറ്, കമ്പനി വക റൂം, നല്ല ശമ്പളം. ഇതുപോലുള്ള കുറച്ച് ആൾക്കാരെ ഗൾഫിലുള്ളൂ. എന്തിനാ പറയണേ, അറബിയക്കും കൂടി ഇത്ര നല്ലൊരു ജോലി ഇല്ല അവിടെ. ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ട് എന്നെ ചെയ്യാൻ ഏൽപ്പിച്ച പണി ഇതാ. ഇതെന്താ മനസ്സിലായ നിങ്ങൾക്ക്? മൊബൈൽ ഫോണാ. കണ്ടിട്ടുണ്ടോ ഈ സാധനം എന്തെങ്കിലും? ഇത് സാധനം എത്ര ഉള്ളു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ലോകത്തുള്ള സർവ്വാക്കും ഇതിലൂടെ വിളിക്കാം. ഇനിയിപ്പോ ഇതുകൊണ്ട് വിളിക്കാൻ കഴിയുമെന്നായിരിക്കും നിങ്ങളെ സംശയം. അത് തീർത്തു തരാം. ബെല്ലടിക്കുന്നുണ്ട്. ഹലോ, ആരാണ്? ഹലോ റൌഫേ, ഞാൻ എൻ്റെ പുരയിലെത്തിയടാ. എൻ്റെ ബാപ്പാക്കും ഉമ്മാക്കൊക്കെ മൊബൈലിനെ പറ്റി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. കുഞ്ഞാണിയോ? ഈ അവിടെ എത്തുന്ന ശരിക്ക് വെറുതെ തന്നെ പറഞ്ഞു പറ്റിക്കല്ലടാ. അപ്പോളേ ഞാൻ ബാപ്പാക്ക് കൊടുക്കാം. ബാപ്പനോടൊന്ന് സംസാരിച്ചാളാ. എന്നാ പിന്നെ സംശയം അങ്ങോട്ട് തീർന്നോളല്ലോ. പിടിച്ചോളി, ഇവിടെ ഇങ്ങനെ പിടിച്ചാൽ മതി. മുറുക്കി പിടിച്ചോളി, വേഗം സംസാരിച്ചോളി. മോനെ റൌഫേ, അനക്കവിടെ സുഖം തന്നെയല്ലേ?
ശരി, ഞാൻ പിന്നെ വിളിക്കാം. കട്ടയില്ലേ. പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ ഉഷാറായി ഞാനിവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി സൗകര്യം പോലെ വിളിച്ച് സംസാരിച്ചോണ്ടി. ഓക്കെ. ആയിക്കോട്ടെ. ഇതാ പിടിച്ചോളി. ഞാൻ എപ്പോഴും നിങ്ങളെ സൗകര്യം അനുസരിച്ച് നിങ്ങൾ വിളിച്ചോളി. ഇതാ അതിൻ്റെ കവറ്, ചാർജർ അതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങൾ വേറെയും കൊടുത്തു വെച്ചിട്ടുണ്ട്. എന്താണെന്നുള്ളത് നിങ്ങൾ തുറന്നു നോക്കി. ഡ്രസ്സൊന്നും അധികം വാങ്ങിയില്ല, അതൊക്കെ ഇവിടുന്ന് വാങ്ങാന്ന് പറഞ്ഞതാ. ഇതാ പിടിച്ചോളി. പിന്നെ ഇതിൽ 3 കത്തുണ്ട്. അതിലൊന്ന് എല്ലാവർക്കും കൂടി ഉള്ളതാ, ഒന്ന് ആബിദക്കുള്ളതാ. മൂന്നാമത്തേതിൽ ഒരു ഡ്രാഫ്റ്റ് ഉണ്ട്. ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? അത് ബാങ്ക് കൊണ്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ പൈസ ആയിട്ട് ഇങ്ങോട്ട് വരും. എത്ര ഉറുപ്പ്യ ഉണ്ടെന്ന് അറിയോ? 1,00,000 ഉറുപ്പ്യ. അതിന് നിങ്ങൾ ബേജാറാണ്ട. അളിയാൻ ജബ്ബാറിന്റെ കൈ കൊടുത്താൽ ഓൻ ബാങ്ക് കൊണ്ടുപോയിട്ട് മാറ്റി കൊണ്ടുവന്നോളൂ. അപ്പൊ എന്നാ ബാക്കി നിങ്ങൾ തീരുമാനിച്ചോളി. എന്നാ പിന്നെ ഞാനൊന്ന് പോയി വിശ്രമിക്കട്ടെ. ഒരു കാലി ചായെങ്കിലും കുടിക്കാതെ. ചായയും ചോറൊക്കെ കഴിക്കാൻ സൗകര്യം പോലെ ഞാൻ പിന്നൊരുക്ക വരാം. ഇപ്പൊ തൽക്കാലം ഞാൻ പോട്ടെ. ഹലോ, കൂർമ്പത്തി കൊല്ലും ഞാൻ. ഡോൺ വിഷ്വൽ ഗ്രൂപ്പിന്റെ പ്രഥമ ഹോം സിനിമയാണ് നിങ്ങൾ എന്നെ ഭ്രാന്തനാക്കി. ഈ ചിത്രത്തിലെ വളരെ ശ്രദ്ധേയമായ ഒരു കോമഡി സീനാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. മോലിയാരിന്റെ മക്കളെ പറ്റി പറഞ്ഞാൽ എനിക്ക് നല്ല സന്തോഷമായില്ലേ? ഇപ്പൊ എന്തായി? അന്റെ പെണ്ണുങ്ങളെ പറ്റി പറയണോ കേട്ടില്ലേ? ഈ ചിരിക്കണ്ട, മോലിയാര് പറഞ്ഞാ ശരി. ആണുങ്ങൾ ശരിയില്ല ചേട്ടാ, പെണ്ണുങ്ങൾ തോന്നിയ പോലെയൊക്കെ നടക്കണത്. അല്ലെങ്കിലും മക്കളെ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കാതെ വേറെ എന്ത് പഠിപ്പിച്ചത് എന്താ കാര്യം? ഓല് നമ്മളെയും കൊണ്ട് നരകത്തേക്കല്ലേ പോണത്? ഞാൻ എന്റെ മക്കളെ ദീനുൽ ഇസ്ലാമൊക്കെ അസലായി പഠിപ്പിച്ചിന്. ഇസ്ലാം കാര്യം 5 ഈമാൻ കാര്യം 6, അവകൾ അറിയൽ ഫർളാണ്. ഇതൊക്കെ എന്റെ മക്കൾ അസലായി പാടും. എന്നാലും എന്റെ പോത്തെ ഇസ്ലാം കാര്യം ഈമാൻ കാര്യം എണ്ണം തെറ്റാതെ പഠിച്ചോണ്ടോ നിസ്കാരത്തിന്റെ ഷർത്തും ഫർളും കാണാതെ പഠിച്ചോണ്ടോ ഒരു കാര്യമില്ല. അത് ചെയ്യലാ പ്രധാനം. ഈ ഇപ്പൊ എന്റെ അൽമറൊക്കെ നോക്ക്. പൊറാട്ടയും ഉള്ളിവാടിയും പുറത്തത് കണ്ടോണ്ട് കാര്യമുണ്ടോ? ഇല്ല, തിന്ന് നോക്കിയാലല്ലേ അതിന്റെ രസം അറിയുള്ളൂ. വളരെ ശരിയാണ്. ഞാൻ പൊറാട്ടി ഉള്ളിവടി തിന്നാൻ പോവാ, അപ്പോഴല്ലേ അതിന്റെ രസം അറിയുള്ളൂ. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ധാരാളം ചികിത്സാ രീതികളുണ്ട്. ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി, സിദ്ധവൈദ്യം, വിഷവൈദ്യം എന്ന് തുടങ്ങി ഒറ്റമൂലി വരെയുണ്ട്. പണ്ടുള്ള ആളുകൾ എന്ത് രോഗം വന്നാലും ആകെ ആശ്രയിക്കുന്നത് ആയുർവേദത്തെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ചെറിയോനാക്ക. പുള്ളിക്കാരന് വല്ല ഒടിവോ ചതവോ എന്തെങ്കിലും വന്നാൽ ആദ്യം ഓടി എത്തുന്നത് ആയുർവേദ വൈദ്യൻ്റെ അടുത്താണ്. ഇങ്ങനൊരു വൈദ്യനും നമ്മുടെ നാട്ടിലുണ്ട്. രോഗികളോട് വളരെയധികം അനുഭാവം കാണിക്കുന്ന ഒരു വൈദ്യൻ. ആ വൈദ്യൻ്റെ അടുത്തേക്ക് നമ്മുടെ ചെറിയോനാക്ക ചെന്ന് പെടുകയാണ്. 1 ടീസ്പൂൺ വീതം 3 നേരം എന്ന ശ്രദ്ധേയമായ ചിത്രത്തിലെ വളരെ മനോഹരമായൊരു കോമഡി സീനാണ് ഇനി നിങ്ങൾക്കായി. വരിക എന്താ പേര്? ചെറിയോന്. ചെറിയോനാക്ക, കട്ടേക്കാടൻ ചെറിയോനെന്ന് പറയും. എന്താ അസുഖം? ഇടത്ത് മുട്ടുംകാലിനൊരു വേദന. വയസ്സായില്ലേ? വേദന ഉണ്ടാവും. ആഹാ,
ഇടത്തെ മുട്ടുംകാലിന്റെ അതേ വയസ്സ് തന്നെയല്ലേ വലത്തെ കാലിനും. എന്നിട്ട് അതിന് വേദന അല്ലല്ലോ. ആള് ഭയങ്കര രസികനാണല്ലോ. രസികന്മാരെ എനിക്ക് വലിയ ഇഷ്ടാ. ഞങ്ങള് പാരമ്പര്യമായിട്ട് വലിയ രസികന്മാരാ. എന്നാ ഞാനൊരു ചോദ്യം ചോദിക്കാം. ഉത്തരം പറഞ്ഞ മരുന്നൊക്കെ ഫ്രീ. അത് തിരക്കടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേറെയും കുറെ അസുഖങ്ങളൊക്കെ ഉണ്ട്. എത്ര അസുഖമാണെങ്കിലും ചോദിച്ചോളൂ, മരുന്ന് ഫ്രീ. പക്ഷെ ഉത്തരം പറയണം. ധൈര്യമായിട്ട് ചോദിച്ചോളി. നിങ്ങള് വെറും വയറ്റില് എത്ര ചപ്പാത്തി തിന്നും? ഇതാപ്പോ വലിയ ചോദ്യം. വെറും വയറ്റില് ഞാൻ ഒരു 20 ചപ്പാത്തി തിന്നു. മണ്ട ശിരോമണി, ഒരു ചപ്പാത്തി തിന്നാ പിന്നെ വെറും വയറാവോ? നിങ്ങൾ തോറ്റു. ഇനി സൗജന്യ മരുന്നില്ല. ഇനി മരുന്നിന് കാശ് വേണം. ഇനി അസുഖങ്ങൾ ഓരോന്ന് പറഞ്ഞോളൂ. ഇനി വേറെ ചോദ്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദ്യങ്ങളുണ്ട്. ഉത്തരം പറഞ്ഞാലും സൗജന്യ മരുന്നില്ല. എന്നാലും എനിക്കിപ്പോ ഈ മുട്ടുംകാലിന്റെ വേദന മാത്രമേ ഉള്ളൂ. ഇവിടെ വേദന ഉണ്ടോ? ഉണ്ട്. ഡൗൺ ഡൗൺ ഡൗൺ. സ്ഥാനം അതാ. നീരുണ്ടോ? നീരുണ്ട്. മൂത്രം ഇങ്ങനെ ഒഴിഞ്ഞു പോകുന്നുണ്ടോ? മൂത്രം അങ്ങനെ ഒഴിഞ്ഞു പോവാ. പോകും. മൂത്രം അങ്ങനെ പോയിക്കോട്ടെ. നീര് പോവാ നല്ലതാ. നീര് പോവാനേ നല്ലതാ. രാത്രി ഉറക്കണ്ടോ? ഉറക്കണ്ട്. ഉണ്ടാവും. അത് രോഗത്തിന്റെ ലക്ഷണ. പിന്നെ തലവേദന? തലവേദന അല്ല. ഉണ്ടാവില്ല. അതന്നെ. മൂക്കിന്ന് വെള്ളം ഒലിക്കുന്നുണ്ടോ? മൂക്കിന്ന് വെള്ളം ഇടക്ക് ഒലിക്കും. ഇടക്കല്ലേ ഉള്ളൂ. അതാണ് ഈ രോഗത്തിന്റെ ലക്ഷണാണതേ. തുമ്മലോ? തുമ്മലില്ല. തുമ്മലുണ്ടാവില്ല. ഉറക്കത്തിൽ പല്ല് കടിക്കുവോ? പല്ല് കടിക്കും. കൂർക്കം വലിക്കോ? കൂർക്കം വലി ഉണ്ടോന്നുള്ളത് ഞാനിതുവരെ കേട്ടിട്ടില്ല. കൂർക്കം വലി ഉണ്ടോ നോക്കണം. ഉണ്ടെങ്കിൽ ആ വിവരം പറയാ. സ്വപ്നം കാണുവോ? സ്വപ്നം ഒഴിവുണ്ടാകുമ്പോഴൊക്കെ കാണും. ഇപ്പൊ ഒഴിവില്ല. ആള് ഭയങ്കര രസികനാ. പിടിച്ചു പോയി ആളെ. വയറെങ്ങനെ? വിശപ്പ് നല്ലോണം ഉണ്ട്. ഉണ്ടാവും. നല്ലോണം ഉണ്ടാവും. ഇരിക്ക. ഞാൻ മരുന്നെടുത്തോട്ട് വരാം. ആയിക്കോട്ടെ. വേദന എനിക്കുണ്ടേ. ഒരു ഡോക്ടറെ കാണിച്ചുകൂടായിരുന്നോ? ഒരൊഴിവ് കിട്ടണ്ടേ? ഈ മരുന്ന് 1 ഔൺസ് വീതം 3 നേരം കഴിക്കുക. 2 ആഴ്ച കഴിഞ്ഞിട്ട് വന്ന് വിവരം പറയാം. പിന്നെ ഈ മരുന്നിന്റെ ഫലം കിട്ടണമെങ്കിൽ മത്സ്യമാംസാദികൾ പൂർണ്ണമായും വർജിക്കുക. എന്ത്? ഇറച്ചി മീനും വർജിക്കണം. എന്നും വർജിക്കണോ? പൂർണ്ണമായിട്ടുമാണ് വർജിക്കണം. എന്നാ പിന്നെ ഞാൻ പോട്ടെ. എത്ര ഇതിന്റെ പൈസ? ഒരു 100 റുപ്യ അവിടെ വെച്ചേക്കൂ. അവിടെ വെച്ചേക്ക. എന്താ ചൊറേനൊക്കെ നിങ്ങൾ ചാണകം ചവിട്ടി അതിന് നടക്കണേ? മുട്ടുംകാലിനൊരു വേദന, നടക്കാൻ വയ്യ, വൈദ്യരെ കാണിച്ചു വരിക. എന്നിട്ട് വൈദ്യരെന്തേ പറഞ്ഞ്? ഒരു കുപ്പി മാക്രാട്ടി വെള്ളം നിന്നാണ്. കഷായാന്നാ തോന്നണത്. ഇതിൻ്റെ മണം തന്നെ കഴിച്ചിട്ട് വയ്യ. ഇനിയിപ്പോൾ അത് എങ്ങനെങ്കിലും ഒന്ന് കുടിച്ച് പള്ളയിലാക്കാമെന്ന് വിചാരിച്ചാലും ഇറച്ചിയും മീനും നിർബന്ധമായിട്ട് വർജിക്കണം എന്നാ വൈദ്യർ പറഞ്ഞത്. അതിനെന്താ വർജിക്കണം? അനക്കിപ്പോൾ അത് പറയാ. എന്നും ഇറച്ചും മീനും വർജിക്കാൻ എവിടെ പൈസ? മകന് ഗൾഫിൽ നിന്ന് അയച്ചു തരുന്നത് വീട്ടിലത്തെ ചെലവിന് തന്നെ തികയണില്ല. അതൊന്നും പറഞ്ഞാ പറ്റൂല, അസുഖം മാറണ്ടേ എന്ന് വെച്ച് ഏതെങ്കിലും ഒന്ന് വർജിക്കണം എന്ന് പറഞ്ഞാൽ തിരക്കടില്ല. ഇതിപ്പോ ഇറച്ചും മീനും വർജിക്കണം എന്ന് വെച്ചാല് അതിന് പണിണ്ട്. ഉച്ചക്ക് ഇറച്ചി വർജിക്ക,
രാത്രി മീനും വർജിക്കുക. പിന്നെ ആഴ്ചയില് കല്യാണവും സൽക്കാരൊക്കെ ആയിട്ട് 1-2 ദിവസം കിട്ടാതെക്കൂല. അന്ന് പള്ള നിറച്ച് ചിക്കനും വർജിക്കുക. എങ്ങനെങ്കിലൊക്കെ ഈ അസുഖം മാറിപ്പോയിക്കോട്ടെ. ഏതായാലും ഗൾഫിലേക്ക് ഒന്ന് വിളിച്ചു പറയാ, ഈ മാസം പൈസ കുറച്ച് അധികം അയക്കാന്. എന്റെ കയ്യിൽ ആകെ 100 റുപ്യ ഉള്ളത് വൈദ്യർക്കും കൊടുത്ത്. കടം വാങ്ങി വർജിക്കാനൊന്നും എന്നെ കൊണ്ടാവൂല. പൈസ ഇല്ലാത്തതിന്റെ പേരില് ചികിത്സ മുടങ്ങണ്ട. 200 ഉറുപ്പ്യുണ്ട്, നിങ്ങൾ കിട്ടുമ്പോ തന്നാ മതി. ഇപ്പൊ തന്നെ കുട്ടിരായിന്റെ അടുത്ത് പോയിട്ട് 2 കിലോ പോത്തിറച്ചി വാങ്ങിക്കോളി. നല്ല ഇളയെ പോത്തും കുട്ടീനെ അറുത്തിട്ടുണ്ട് അവിടെ. അതാണ് മസാല ചേർത്ത് വരട്ടിയാണ് വെച്ചാല് നിങ്ങൾക്ക് ഇന്ന് ഉച്ചക്കും രാത്രി നാളെ ഉച്ചക്കും പള്ള നിറച്ചും വർജിക്കാം. കുടിച്ചോളി, എണ്ണിയോക്കി. ഇത് വല്ലാത്തൊരു ഉപകാരമായി പോയി. ഇനി ആലോചിച്ച് നേരം കളയണ്ട. പോത്തിറച്ചി വാങ്ങിയിട്ട് മതി ബാക്കി കാര്യം. വരി. അല്ല, എന്തിനാ നിങ്ങൾ ചിരിക്കണേ? ഞാൻ എന്നോടൊരു ചോദ്യം ചോദിക്കാം. ചോദിച്ചോളി. ഇജി വെറും വയറ്റിൽ എത്ര ചപ്പാത്തി തിന്നു? വെറും വയറ്റില് പറഞ്ഞോട്. അങ്ങനെ ചോദിച്ചാലിപ്പോ ഒരു 15 ചപ്പാത്തി തിന്നു. അയ്യടാ പറ്റിച്ചല്ലോ. 20 എണ്ണാണെങ്കിൽ നല്ലൊരു തമാശ ഉണ്ടായിനി. ആമിന, ഭാർഗവനടിച്ചതോ അവനാ. ഇതൊന്ന് കണ്ടു മീമനാക്കാൻ സമ്മതിക്കില്ല. എന്താപ്പത്? ഇത് ഇറച്ചിയാ. എനിക്ക് മുൻകാണുള്ളതല്ല, എനിക്ക് വർജിക്കാനുള്ളതാ. അല്ലാ. ഓ ആ ആ പിന്നെ നമ്മുടെ നാൻസി പെറ്റു. പടച്ചോനെ, ഓള് പറയാനൊക്കെ ആയോ? മാത്രല്ല ഇരട്ടക്കുട്ടികളാ. തമ്പുരാനെ, ഇപ്പൊ എന്തായി? ഞാൻ പറഞ്ഞില്ല ഒരു പട്ടോളെ ഇരട്ട കുട്ടികളാണെന്ന്. ഓളെ പള്ള കണ്ടവൻ തന്നെ എനിക്ക് ഉറപ്പായിണ് അത് ഇരട്ട കുട്ടികളാണെന്ന്. ഞാനതാ സഭയെ വെച്ച് പറയണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഇനിയിപ്പാ പെൺകുട്ടീനെ കഷ്ടകാലം കണ്ടോലില്ല. അതിന്റെ മാപ്പിളയാണെങ്കിൽ ബ്ലാങ്ക്രൂര്, തള്ളയാണെങ്കിൽ കുട്ടി നൊലോൽച്ചാ പോലും ഒന്ന് തിരിഞ്ഞു നോക്കൂല. തന്താണെങ്കിൽ കള്ളും കുടിച്ച് ഏശാമഗ്രീബിന്റെ ഇടയിൽ കേറി വരും. ഒരു കുട്ടിയാണെങ്കിലോ സ്കൂളിൽ പോകാതെ തെണ്ടി തിരിഞ്ഞു നടക്കും. ഐറ്റകളെ കാര്യാലോചിച്ചാല് ഒരു മനസ്സമാധാനവും ഇല്ല. എന്നല്ലെങ്കിൽ നാളെ ഇതിനൊക്കെ ഒരു മാറ്റല്ലാതെ കൂല. നാളത്തെ എപ്പിഡോസ് കാണുമ്പോഴറിയാം. ഏതായാലും ഞാനൊന്ന് കിടക്കട്ടെ. അല്ല, നിങ്ങള് കിടക്കാൻ പോവാ? കോമഡി ഷോ തുടങ്ങി. അത് തുടങ്ങാനായോ? അതുകൂടിയും കണ്ടിട്ട് കിടക്കാം. നടക്ക്. കുടുംബകലഹം 100-ാം ദിവസം എന്ന ഈ കുടുംബ ചിത്രത്തിലെ വളരെ മനോഹരമായ ഒരു കോമഡി സീനാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അടി കിടക്കുന്ന 4-5 ബറ്റനും വേണ്ടി 5-6 വെള്ളം കുടിച്ചെന്ന് പറഞ്ഞ മാതിരി അപ്പം എൻ്റെ അവസ്ഥ മനസ്സിലായില്ലേ? കുഞ്ഞിക്കോ എപ്പോഴേ വന്നത്? ഊതരുത് അളിയാ, ഊതരുത്.
അടുപ്പ് എത്ര ചെറുതായാലും കല്ല് 3 വേണം, മനസ്സിലായില്ലേ? ആയിഷ എടീ, എന്റെ ആങ്ങളെ വന്നിക്കണേ, ഓനക്ക് തിന്നാനും കുടിക്കാൻ എന്തേ കൊടുക്ക്. തിന്നാനും കുടിച്ചാലും കിട്ടാനിട്ട് പറഞ്ഞല്ലേ ഞാൻ, മനസ്സിലായില്ലേ? 1000 തെങ്ങുള്ള നായർക്ക് പല്ലു കുത്താൻ ഈർക്കിളില്ല എന്ന് പറഞ്ഞ മാതിരി അപ്പം എൻ്റെ അവസ്ഥ, മനസ്സിലായില്ലേ? ഈ ഒന്ന് ക്ഷമിക്കൂ കുഞ്ഞേ, എല്ലാ പ്രശ്നത്തിനും വഴി ഉണ്ടാക്കാം. അകത്തേക്ക് വാ, ചായ എടുക്കാം. വഴക്കിനിടയിൽ ഭാര്യ ഭർത്താവിന്റെ തലക്ക് ഒലക്ക കൊണ്ടടിച്ചു. തിരുവമ്പാടി നിസ്സാര കാര്യങ്ങളുടെ പേരിൽ വഴക്ക് പതിവാക്കിയ ഭർത്താവിനെ ഭാര്യ ഒലക്ക കൊണ്ട് തലക്കടിച്ചു. കുഞ്ഞേ, ഇന്നുണ്ടായ പുതിയ പ്രശ്നം എന്താ? ഭയങ്കര പ്രശ്നാ പെങ്ങളെ, മനസ്സിലായില്ലേ? എന്താ മക്കളെ പ്രശ്നം? അതെ ബാപ്പാന്റെ എടാ കൊന്നാളും ഞാൻ, മനസ്സിലായില്ലേ? പ്രശ്നം എന്തെങ്കിലും ആയിക്കോട്ടെ, അത് പരിഹരിക്കാൻ അളിയൻ തന്നെ പോരണോ? അളിയനിപ്പ കുറച്ച് ദിവസമായിട്ട് പണ്ടത്തെ ഉഷാറൊന്നുമില്ല. അളിയന് മാത്രമേ ഈ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുള്ളൂ, മനസ്സിലായില്ലേ? ആന മാതാൽക്കിയ ചങ്ങലക്ക് ഇടാം, പക്ഷെ ചങ്ങലക്ക് മാതാൽക്കിയാലോ അമ്പാവനിടാം. എപ്പോഴാണ് എൻ്റെ സൗണ്ട് മാറിയത്? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഞേ. കുഞ്ഞൊക്കെ എപ്പോഴാ വന്നത്? എന്നോട് ഞാൻ 100 പാഠം പറഞ്ഞിട്ട് എന്നോട് വർത്താനം പറയാൻ വരരുത്, മനസ്സിലായില്ലേ? ഏയ് കളവ് പറയരുത്. 91 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇത്ര ബുദ്ധിയും വിവരവും ഇല്ലാത്ത ഒരുത്തൻ എൻ്റെ പങ്ങക്ക് എങ്ങനെ ഉണ്ടായ പഠിച്ചോനെ? കമ്പത്ത് കയറി 1000 വിദ്യ കാട്ടിയാലും സമ്മാനം വാങ്ങാൻ നിലത്തിറങ്ങണം, മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ ഇതൊന്നും ഒരു കാലത്തും കോൺപൂടിച്ചൂലാണ്, മനസ്സിലായില്ലേ? സ്വന്തം ഭാര്യയോട് നിസ്സാര കാര്യത്തിന് പിണങ്ങിപ്പായുന്ന ബാപ്പയുടെ പിന്നാലെ ചാടി പുറപ്പെടാൻ നാണമില്ലടാ കഴുതകളെ. അയ്യേ, 2 മക്കളും ഒരുങ്ങി ബാപ്പയുടെ പിന്നാലെ വന്നിരിക്കണേ. ഇത്ര വലുപ്പുണ്ടല്ലോടാ. എടാ, വിവരമില്ലാത്ത ബാപ്പമാരെ നേരായ വഴിക്ക് നടത്തേണ്ടത് മക്കളുടെ ബാധ്യതയാണ്. പെണ്ണ് കെട്ടാൻ പ്രായമായല്ലോ 2നും, എന്നിട്ടും ഒരു ബോധമില്ലെന്ന് വെച്ചാ ചായ്. എന്താണോ എൻ്റെ മക്കളോട് മന്ത്രിക്കുന്നത്? ഒരു പഴഞ്ചൊല്ല് പറഞ്ഞതാണ്. എന്ത് പഴഞ്ചൊല്ല്? ഞാനൊന്ന് കേക്കട്ടെ. ഗതികെട്ടാൽ പുലി മുട്ട റോസ്റ്റും കഴിക്കുമെന്ന്. എടാ, സക്കീർക്ക പറഞ്ഞു ശരിയാ. നമ്മളിങ്ങനെ ചാടി പുറപ്പെടുന്നത് തീരെ ശരിയായില്ല. ബാപ്പാനെ ശരിയാക്കി എടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്താടാ? ഇതെന്തെന്നറിയും? അബ്ദുള്ള, ഇത് ഷെയ്ഖ് അബ്ദുള്ള. ഇതൊക്കെ സിനിമയിൽ, പക്ഷെ ജീവിതത്തിൽ ഇതിന്റെ വില എന്താണെന്നറിയും? കോടിക്കണക്കിന് വിലയുള്ള ഒരു സാധനമാണിത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള അവയവം ഏതാണെന്ന് ചോദിച്ചാൽ പലരും പറയും കിഡ്നി, തലച്ചോറ്, കണ്ണ്, മൂക്ക്, വായ. പക്ഷെ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും തമ്പ് ഇംപ്രഷനാണ്. കാരണം ഈ തമ്പ് ഇംപ്രഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാം. ഇന്ന് രേഖകൾ സൂക്ഷിക്കാൻ ധാരാളം മാർഗങ്ങളുണ്ട്. കമ്പ്യൂട്ടറുണ്ട്, ഹാർഡ് ഡിസ്ക് ഉണ്ട്, മെമ്മറി ചിപ്പ് ഉണ്ട്. എങ്കിൽ പോലും ഈ തമ്പ് ഇംപ്രഷൻ്റെ വില ഇന്നൊട്ടും കുറഞ്ഞിട്ടില്ല. നമുക്കറിയാം, പണ്ട് കാലങ്ങളിൽ നമ്മുടെയൊക്കെ അപ്പൂപ്പന്മാരോടും അവരുടെ അപ്പൂപ്പന്മാരോടും ചോദിച്ചാൽ അറിയാം, ചോദിക്കാൻ അവരൊന്നും ജീവിച്ചിരിപ്പില്ല. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം, അന്നൊക്കെ ഒപ്പിന് പകരം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് തമ്പ് ഇംപ്രഷനാണ്. അവരുടെയൊക്കെ വിരൽ മഷിയിൽ മുക്കി പേപ്പറിൽ ഒപ്പിടിപ്പിച്ച് സ്വത്തുക്കൾ തട്ടിയെടുത്ത് എന്തോരം കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് വീട്ടിൽ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഉണ്ടെങ്കിൽ ഒരിക്കലും ഉറങ്ങുമ്പോൾ പോലും ഇങ്ങനെ കിടക്കരുത്. ഇങ്ങനെ വെച്ചോണ്ടേ കിടക്കാവൂ. ബോധം കെട്ട് വീണാൽ, എങ്ങനെയൊക്കെ വീണ് കിടന്നാലും ഇതൊക്കെ പിടിപ്പിച്ച് ഒപ്പിടിപ്പിച്ച് സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ ഇന്നും വിദ്വാന്മാരുണ്ട്. കാശ് ചോദിച്ചപ്പോ നിങ്ങളെ ബാപ്പ നമ്മളെ തല്ലി ഒടിച്ച് നിങ്ങൾ കണ്ടല്ലേ? അക്കാര്യം ഞങ്ങൾക്ക് മുൻകൂർ നമ്മളോടൊന്ന് പറയാനും.
അതിന് ബാപ്പാന്റെ സ്വഭാവം മാറിയിട്ടുണ്ടെന്നല്ല ഞാൻ കരുതിയത്. ഏതായാലും ഞമ്മക്ക് ഈ ബിസിനസ് ഒന്ന് പിരിയ. ഏയ് പിരിയാനായിട്ടില്ല. ഈ ഹുസൈൻ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാല് അത് പൂർത്തിയാക്കിയിട്ടേ നമ്മൾ നിർത്തും. ആ കാശ് ചോദിക്കുമ്പോഴല്ലേ ബാപ്പ തരാത്തുള്ളൂ. 10 സെന്റ് പറമ്പ് വെക്കാൻ ആരെ സമ്മതവും വേണ്ടല്ലോ. അതിന് പറമ്പ് എവിടെ? അത് മുഴുവൻ ബാപ്പാന്റെ കയ്യിലല്ലേ? ആ അതിന് 10 സെന്റ് അളിയന്റെ പേരിലാക്കണം. എങ്ങനെ? ആ പാടത്തിന്റെ പക്കത്തുള്ള 10 സെന്റ് സ്ഥലോ ഇങ്ങളാ ബാപ്പ ഇങ്ങളാ പേരിൽ എഴുതി തന്നതിന്റെ കള്ളാസാണിത്. ആഹാ, എന്നിട്ട് ഇതുവരെ മുണ്ടാതിരിക്കനില്ലേ? നിങ്ങൾ ആള് തിരക്കടില്ലല്ലോ. ഇതെങ്ങനെ നിങ്ങളെ കയ്യിലെത്തിയെന്നുള്ളത് എനിക്ക് ഇപ്പൊ അറിയണം. ഓ എന്റെ പൊട്ടനളിയാ, ഈ രേഖ ഞാൻ എഴുതി ഉണ്ടാക്കിയതാ. ഇതിൽ നിങ്ങളെ ബാപ്പാന്റെ ബെരലടയാൾ ഇട്ടാലേ ഈ 10 സെന്റ് നിങ്ങളെ പേരിലാവൂ. അത് ശരി. 10 ഉറുപ്പ്യ ചോദിച്ചാൽ തരാത്ത ബാപ്പയാണോ 10 സെന്റ് എനിക്ക് തന്ന കടലാസിൽ ഒപ്പിടുന്നത്? ഡാകാ ഡാകാ. ഓ അതിനെന്തെങ്കിലും ഐഡിയ പ്രയോഗിക്കണം അളിയാ. നമ്മളെ കെട്ടിയോളെ എപ്പോഴും പറയൂ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിയാന്ന്. നമ്മളെ ബിസിനസ് തുടങ്ങിയ നിങ്ങൾ ആരാ? കമ്പനി സൂപ്പർവൈസറാ. സൂപ്പർവൈസർ അത് മറക്കണ്ട. ഒരു കാര്യം ചെയ്യാം, അളിയനും കൂടി വാ, നമുക്ക് ഒരുമിച്ച് പോവാ. അളിയ ഞാൻ പുറത്ത് നിൽക്കാം, നിങ്ങൾ അകത്ത് പോയിക്കോളി. ആയിക്കോട്ടെ, വരി. ഇന്ന് പണിക്കൊന്നും പോയില്ലേ? അല്ല വാപ്പേ, ഖിലാഫത്തിന്റെ കാലത്തുള്ള ഒരുപാട് കഥ നിങ്ങളെടുത്തുണ്ട് എന്നാണല്ലോ എല്ലാവരും പറയണത്. ഇങ്ങോട്ട് ഇതുവരെ ഒരൊറ്റ നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു തന്നില്ല. ഇല്ലേ? അതിന് ജിന്റെ അടുത്ത് കുത്തിയിരിക്കണ്ടേ? ഞാനത് പറയാൻ തുടങ്ങുമ്പോ ജി മണ്ടല്ലേ. ഇപ്പോഴെങ്കിലും എനിക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ. ഏതായാലും കേട്ടോ, 921 ഇവിടെ പട്ടാളം ഇറങ്ങിയ കഥ പറഞ്ഞുതരാം. അന്ന് പൂക്കോട്ടൂരും താനൂരും തിരുവരങ്ങാടിയിലും പട്ടാളക്കാരുമായിട്ട് ലേളക്കാർ ഏറ്റുമുട്ടി. ഒളിപ്പോരില് 31 ആള് ശഹീദായി. 32 അല്ല 31 തന്നെ. എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്. എന്റെ സംശയം കേട്ട വിചാരിച്ചു ഉജ്ജാ ഖിലാഫത്ത് പങ്കെടുത്തെന്ന്. അൽവ്യാജി പറഞ്ഞ 32 എന്നാണല്ലോ. ഓൻ അങ്ങനെ പറഞ്ഞോ? എന്നാ ഒന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം. ഞാൻ ഞാൻ ചോദിച്ചാട്ടെ. ബാക്കി പറ. അതിനിപ്പോ നമ്മളെവിടെ പറഞ്ഞെത്തിയത്? ഒളിപ്പോരില്ലേ? ഒളിപ്പോരില്. ഒളിപ്പോരില് 31 ആള് ശഹീദായി. അതിലൊന്ന് എൻ്റെ ബാപ്പേനി, അതായത് എൻ്റെ വല്യാപ്പ. തിരൂരങ്ങാടി പള്ളി പട്ടാളക്കാര് പറഞ്ഞപ്പോ ഞാൻ അതിൽ ചാടി കൊറേ വെള്ളം കുടിച്ച്. അതിന്റെ പക്കത്ത് തന്നെ കുടിച്ചാ പോരോ? ഒറ്റ ഒന്നെടുത്ത് തന്നാണ്ടല്ല ഞാന്. ഇത് അങ്ങനെ കുടിച്ചല്ലേ ബിലീസേ? അവർക്ക് ചാടി വെള്ളത്തിൽ പോയ കഥ. ഈ പട്ടാളക്കാർ പള്ളിന്റെ ഉള്ളിലേക്ക് വെടിവെച്ചില്ലേ? വെച്ചില്ലേന്നോ? എന്നും പറഞ്ഞു തുരാ വെടിയൊക്കെ കൊണ്ടില്ല. ഒരു ഉണ്ട അവിടുന്ന് ഇങ്ങോട്ട് സുറോന്നും പറഞ്ഞ് അങ്ങോട്ട് പോയി. അവിടുന്ന് ഒരു ഉണ്ട സുറോന്നും പറഞ്ഞ് ഇങ്ങോട്ട് തന്നെ പോന്ന്. അല്ല, ശരിക്കും ഉന്നം പിടിച്ചാന്ന് ചെല്ലാത്തോലൊക്കെ ആരാ ഇതിലെടുത്തെന്നുള്ള എനിക്കറിയാത്ത. ഓനൊക്കെ പട്ടാളത്തിലെടുത്തോനെ ചാവട്ടി കോടല് പുറത്ത് കാണിച്ചണം. ഇതാണ് പണിയില്ലേ? പട്ടാളം ഇറങ്ങിയ കഥയും പറഞ്ഞ കുത്തുന്നോളി. നിങ്ങളെ മുതല് കാക്കാന്റെ കഥയിലാണ്, നിങ്ങളറിയില്ല. അത് ശരി, അതാണ് ഈ കഥയും പറഞ്ഞ് ഇവിടെ എങ്ങനെ കൂടിയാവില്ലേ? അന്റെ മജ്ജത്ത് ഞാൻ എടുത്തുതരാം. നിക്ക് വിളിച്ചാടെ, നിക്ക് മന്ത്രം വല്ലാടെ. എന്ത് നോക്കിക്കാ പോ, ഓനാട് പിടിച്ചുണ്ടാര്. അന്നെ അവിടെ കാത്തിക്കണേ. നിക്കാടെ വാങ്ങി
പാഞ്ഞു പാഞ്ഞിപ്പോ ഒന്ന് ഉന്മനമുള്ളൂ എന്ന് അച്ഛി തോന്നുന്നത്. എന്നെ പറത്തിച്ച് എനിക്ക് കുറ്റം കിട്ടും. ഇങ്ങല്ല എന്റെ അബു അനക്കാവ് കൊണ്ട് ഓൻ പാഞ്ഞ് തടി കഴിച്ചിലാക്കി വാപ്പേ. അബു ഇതൊക്കെ മറ്റോന്റെ ബുദ്ധിയാ. ഓനഞ്ഞി പരിസരത്ത് കണ്ടാല് ആ ഒലക്കെടുത്ത് തച്ചായിട്ട് കൊന്നാളുണ്ട്. ഓനത് അബു അവലെ പായിന് വണ്ടി ചെല്ല് ഓനങ്ങോട്ട് പിടിച്ചുണ്ടോര്. ഇപ്പൊ എന്നെ അവിടെ തച്ചു വന്നാളുക. ഇങ്ങനത്തെ ഐഡിയ അഞ്ഞിണ്ടോളിയോ കയ്യില്? ഓ ധാരാളം എന്റെ മയ്യത്ത് പോരാന്ന് ഇറക്കിട്ട് ഞങ്ങൾ അടങ്ങുള്ളൂ അല്ലേ? അളിയ തോൽക്കാനായിട്ടില്ല. ബിസിനസ് തുടങ്ങണ്ടേ, സൂപ്പർവൈസർ ആകണ്ടേ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇതിൽ വിരലടയാളം ഒപ്പിച്ചേ പറ്റൂ. ആ വിരലിന്റെ ബാപ്പാന്റെ കയ്യിലിരിക്കണ കാലത്തോളം ഇതിലൊരു ഒപ്പ് കിട്ടുമെന്ന് കരുതണ്ട. ബാപ്പ് ഉറങ്ങൂലേ? ബാപ്പ് ഉറങ്ങുമ്പോ പതുക്കെ അകത്ത് കയറി സംഗതി പറ്റിക്കണം. ഡോൺ വിഷ്വൽ ഗ്രൂപ്പിൻ്റെ ഹോം സിനിമകളിൽ നിന്നുള്ള മർമ്മപ്രധാനമായ നർമ്മരംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. വളരെ മനോഹരങ്ങളായ വർണ്ണശബളങ്ങളായ കോമഡി രംഗങ്ങൾ മാത്രമായിരുന്നില്ല ഇതിൽ നല്ല നല്ല ഉപദേശങ്ങളുണ്ട്, സന്ദേശങ്ങളുണ്ട്. ഇനിയും ധാരാളം നല്ല നല്ല പ്രോജക്റ്റുകൾ ഡോൺ വിഷ്വൽ ഗ്രൂപ്പ് നിങ്ങൾക്കായി ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. നിങ്ങളുടെ സഹായ സഹകരണങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനകളും അനുഗ്രഹാശിസ്സുകളും ഞങ്ങൾക്കൊപ്പം ഉണ്ടാവണം. ഡോൺ വിഷ്വൽ ഗ്രൂപ്പിൻ്റെയും എൻ്റെയും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.